Yes, good morning. Welcome to the second session on dividend. First sessionil നമ്മൾ നോക്കിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വേർഡ്സ് ഐ വ്യൂ ആയിട്ട് പറയാം. We studied about the meaning of dividend and definition of dividend under section 2 clause 35. This says that dividend includes interim dividend. Then we discussed about difference between interest and dividend. As you know, interest is given for loan for the borrowers or lenders basically, or to the bank or to the public, and it is a charge on the profit. That means profit undengil illengilum interest kodukkanam. But dividend is paid to the shareholders or owners of the company as a return of investment. It's a share of the profit made by the company. And next we discussed about the types of dividend, final dividend and interim dividend. Final dividend is given after the accounting is closed and declared at AGM on the basis of recommendation by the board. And you all know declaration of final dividend is a ordinary business under section 96. Then we discussed that interim dividend is always declared by the board because interim dividend is declared in the currency of the year. Multiple interim dividends can be paid in addition to the final dividend. So interim dividend is always declared by the board, but final dividend is recommended by the board but declared by the shareholders at the AGM. Then we discussed about sources of dividend, final dividend, and sources of dividend is you have three sources. One is the current year profit. Second one is the previous year profit, that is accumulated profit of free reserves. And third one is the government grant. Then we discussed ഡിവിഡൻഡ് കൊടുക്കുന്ന മുമ്പ് വേണമെങ്കിൽ നിശ്ചിത പെർസെൻറ്റേജ് റിസർവിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ നോക്കിയത്. ഇന്ന് നമ്മൾ സെക്കൻഡ് സെഷനോട് കൂടി ഡിവിഡൻഡ് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഡിവിഡൻഡിൻ്റെ സോഴ്സ് പറയുമ്പോൾ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആണ് സാധാരണ എല്ലാ കമ്പനികളും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം വരും, ഒരുപാട് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉള്ള കമ്പനി, അതായത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ്, പക്ഷെ ചില വർഷം എന്ത് സംഭവിക്കും, പ്രോഫിറ്റ് ഇല്ലാതെ വരും, ബിസിനസ് സൈക്കിൾ കാരണം അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ റിസർവ്സ് ഉണ്ട്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ട്. പക്ഷെ ഈ വർഷം അൺഫോർച്ചുനേറ്റ്ലി എന്തില്ല, പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ അത് ബിസിനസ് സൈക്കിളിൻ്റെ പ്രശ്നം കാരണമായിരിക്കാം. പക്ഷേ കമ്പനി ഒരു ഡിവിഡൻഡ് പേയിങ് ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ വർഷം ഡിവിഡൻഡ് കൊടുക്കാമോ എന്നൊരു ചോദ്യം വരും. കാരണം ഈ വർഷം പ്രോഫിറ്റ് ഇല്ലല്ലോ. സോ അതുകൊണ്ടാണ് കമ്പനീസ് ആക്ടിൽ ഒരു പ്രൊവിഷനുണ്ട്. കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിലോ, അഥവാ കമ്പനി ലോസിലാണെങ്കിലോ, അല്ലെങ്കിൽ പ്രോഫിറ്റ് തികയാതെ വരെയാണെങ്കിലോ, അതായത് ഇൻഎഡിക്വസി ഓഫ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റിനെടുത്ത് ഡിവിഡൻഡ് കൊടുക്കാം. So that is a very important provision as far as exam point of view is concerned, because current year profit കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, ബിക്കോസ് അതിൻ്റെ അകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പക്ഷെ കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും പ്രീവിയസ് ഇയറിന് കൊടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇന്നോവേറ്റീവ് ഐഡിയ ഇൻ ദിസ് സെക്ഷൻ 123 വിച്ച് ഡീൽസ് വിത്ത് ദ പാരന്റ് സെക്ഷൻ ഓഫ് ഡിവിഡൻഡ്. പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സൗണ്ട്സ് അബ്നോർമൽ, ബിക്കോസ് ഡിവിഡൻഡ് ഇല്ലാതെ പ്രോഫിറ്റ് ഈ വർഷം ഇല്ലെങ്കിൽ എങ്ങനെ കൊടുക്കും എന്നുള്ള. So the law says that yes, you can take reserves from the previous year and give dividend this year. But since it is an abnormal situation, the law has put certain conditions. കുറച്ച് കണ്ടീഷൻസിന് വിധേയമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, തലേ വർഷത്തിന് പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഈ റിസർവ് എന്ന് പറയുന്നതും അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നതൊക്കെ ബുക്ക് എൻട്രി ആണ്. ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് ബുക്ക് എൻട്രി ആണ്. കാരണം പ്രോഫിറ്റ് ഉള്ള കമ്പനികൾക്ക് പൈസ വേണമെന്ന് നിർബന്ധമില്ല, ബിക്കോസ് ക്യാഷ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പ്രോഫിറ്റ്. സോ ബിഫോർ യു ഗോ ഇൻ ടു ഡിക്ലെയറിംഗ് ഡിവിഡൻഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, ദാറ്റ് ഈസ് പ്യൂർലി ഇൻ അക്കൗണ്ടൻസി ആസ്പെക്ട്. പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് ബുക്ക് എൻട്രിക്ക് വേണ്ടിയാണ്. പക്ഷേ ആക്ച്വലി കൊടുക്കണോ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് വേണമല്ലോ, ബാങ്കിൽ പൈസ വേണം. അത് മറക്കരുത്. അത് കമ്പനി ആക്ടിൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞു, ഇൻകം ടാക്സും ഡിവിഡൻഡും രണ്ട് കാര്യവും പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂ. ബിക്കോസ് ബുക്ക് എൻട്രി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻട്രിയുടെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ പൈസ കൊടുക്കണ്ടേ.
ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബുക്ക് എൻട്രി ആയിട്ട് നമുക്ക് ടാക്സ് കൊടുക്കാൻ പറ്റില്ല. ഹൗ ടു റിയലി പേ ദ മണി. സോ ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് വരും. അതുപോലെയാണ് ഡിവിഡൻറ്റും. എൻട്രി ഇടുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഇടുന്നത് ഡബിൾ എൻട്രിക്ക് വേണ്ടി എൻട്രി ഇടുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി റിക്വയർ മണി ടു പേ. സോ ഇത് ഞാൻ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ സി എ ഇൻ്റർവ്യൂ പഠിപ്പിക്കുമ്പോഴും പറയാറുണ്ട്, ഈ ഡിവിഡൻറ്റും ടാക്സും രണ്ടും ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ് വരുന്നതാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറയുന്നത് ഒരു ബുക്ക് എൻട്രി ആസ്പെക്റ്റിൽ പറയുകയാണ് നമ്മൾ. മനസ്സിലായില്ലേ? ഫ്രീ റിസർവ്സിന് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഫ്രീ റിസർവ്സ് കുറയും. ഡിവിഡൻറ്റ് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, അപ്പോൾ പൈസ പോകും. But the issue is all about entry, but ultimately you require money into your bank balance because in order to pay the amount, actual amount to the equity shareholders or to the preference shareholders as the case may be. ഈ ലോജിക്ക് മറക്കരുത്. ഈ ഡിവിഡൻറ്റ് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അക്കൗണ്ടൻസി കൺസെപ്റ്റ് കൂടെ വരും. ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫ്രീ റിസർവ്സ്, ക്യാപിറ്റൽ, ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജേർണൽ എൻട്രി ഇട്ട് പഠിപ്പിക്കാം. ബൈബാക്ക് പഠിപ്പിക്കുമ്പോൾ, ഇപ്പോഴല്ല, ബൈബാക്ക് ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ, ഏരിയ പഠിപ്പിക്കുമ്പോൾ, ഷെയർ ക്യാപിറ്റൽ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഐ വിൽ ഷോ സം ബുക്ക് എൻട്രീസ് ആൻഡ് ഓൾ ഇട്ട് നമുക്ക് പഠിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു അക്കൗണ്ട്സ് കൺസെപ്റ്റ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ല, പക്ഷേ പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീണ്ടും പറയുന്നു, 3 സോഴ്സിൽ നിന്നാണ് നമ്മൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കറണ്ട് ഇയർ പ്രോഫിറ്റ്, അതാണ് നോർമലായിട്ട് നടക്കുന്നത്. രണ്ടാമത്തത് ഈ വർഷം ലോസോ അഡിക്വേറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് കൊടുക്കാം. മൂന്നാമത്തെ ഗവൺമെൻറ് ഗ്രാൻഡ്, വളരെ റെയറായിട്ട് നടക്കുന്ന സംഭവം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ല, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇന്ന് ഡിവിഡൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സൗണ്ട്സ് ടു ബി ലിറ്റിൽ ബിറ്റ് ഫിഷി. സോ ദാറ്റ് ഈസ് വൈ ദ ലോ പുട്സ് 4 പാരാമീറ്റേഴ്സ്, കണ്ടീഷൻസ്. ഈ കണ്ടീഷന് വിധേയമായിട്ട് മാത്രമേ പ്രീവിയസ് ഇയറിനടുത്ത് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചില കുട്ടികൾ ചോദിക്കും, സർ കറണ്ട് ഇയറിൽ പ്രോഫിറ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഡിവിഡൻറ്റ് കൊടുക്കുന്നത്? ക്വൈറ്റ് നാച്ചുറൽ, പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഡിവിഡൻറ്റ് കൊടുക്കാൻ ആവശ്യമുള്ളൂ. പ്രോഫിറ്റേ ഇല്ല, പിന്നെ എന്തിന് കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ കമ്പനി ഒരു ഡിവിഡൻറ്റ് പേയിങ് ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ വർഷം നല്ല പ്രോഫിറ്റിൽ വരികയും ഈ പർട്ടിക്കുലർ വർഷം, അതായത് ഈ വർഷം പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഡിവിഡൻറ്റ് കൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ കമ്പനിയിൽ എന്തോ സംഭവിക്കുന്നു, ലോസ് പോകുന്നു എന്നുള്ളൊരു അപ്രിഹെൻഷൻ ഉണ്ടാവുകയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ പറയത്തില്ല, ഒരു പെർസെപ്ഷൻ ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് കമ്പനികൾ ആ ഡിവിഡൻറ്റ് പേയിങ് ട്രാക്ക് റെക്കോർഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ഈ വർഷമല്ലേ പ്രോഫിറ്റ് ഇല്ലാത്തുള്ളൂ, പ്രീവിയസ് ഇയറിൽ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിൽ ബുക്ക് ആൻഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പക്ഷേ പൈസയുണ്ട്, നമ്മൾ എന്ത് കൊടുക്കും. ഇതാണ് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി ഓഫ് വൈ ദ കമ്പനീസ് ഗോ ഫോർ എ ഡിവിഡൻറ്റ് പ്രൊപ്പോസൽ even though you have no profit or even a loss in this year. So I hope it is clear. Now we will see what are the conditions subject to which dividend can be declared from the previous years. And mind you, this is comparatively important for exam point of view. പൊതുവേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്ത് കൊടുത്തതിനെ കുറിച്ച് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് വരാം. സോ പറഞ്ഞു, എല്ലാം അണ്ടർ സെക്ഷൻ 123 ആണ്. 123ലാണ് ഡിവിഡൻറ്റിൻ്റെ പാരൻറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞവരുണ്ട്, യു ക്യാൻ ഡിക്ലെയർ ഡിവിഡൻറ്റ് ഔട്ട് ഓഫ് ദ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഏൺഡ് ബൈ ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് പോയി കിടക്കുന്നത് എവിടെയാണ്? ഫ്രീ റിസർവ്സിലാണ് അല്ലേ? ആൻഡ് ട്രാൻസ്ഫർഡ് ബൈ ദ കമ്പനി ടു ഇറ്റ്സ് ഫ്രീ റിസർവ്സ്. റൂൾ 3 of the company's declaration payment of dividend rules 2014 specifies 4 conditions, so which is very important. So condition number 1, the dividend shall not exceed the average of the rates at which the dividend was declared by it in 3 immediately preceding year. So this is very important. First condition, in order to pay declare dividend, even though your company is in loss or even though your company does not have a profit. Condition number 1 is, ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന ഡിവിഡൻറ്റ് പെർസെൻറ്റേജ് കഴിഞ്ഞ 3 വർഷം കൊടുത്തിട്ടുള്ള ഡിവിഡൻറ്റ് പെർസെൻറ്റേജിൻ്റെ ആവറേജിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. സോ അതിനർത്ഥം ഈ വർഷം പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ട് തോന്നും പോലെ ഒരു പെർസെൻറ്റേജ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷം ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഡിവിഡൻറ്റിൻ്റെ പെർസെൻറ്റേജിന് ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ലിമിറ്റ് വെച്ചിട്ടുണ്ട്. എന്താണ് ആ ലിമിറ്റ്? കഴിഞ്ഞ 3 വർഷത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റിൽ നിന്ന് കൊടുത്ത ഡിവിഡൻറ്റിൻ്റെ ആവറേജ് പെർസെൻറ്റേജ് എടുക്കുകയും ആ പെർസെൻറ്റേജ് ആയിരിക്കും മാക്സിമം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷവും ഓരോ വർഷവും 10% വച്ചാണ് നിങ്ങൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ വർഷം നിങ്ങൾക്ക് മാക്സിമം ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്ന പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ് സൗമ്യ? കഴിഞ്ഞ 3 വർഷം ഓരോ വർഷം 10 ആണെങ്കിൽ ഈ വർഷം 10. കാരണം വെച്ചാൽ കഴിഞ്ഞ 3 വർഷം 30%. 30% ഡിവൈഡ് ബൈ 3 ആകുമ്പോൾ ആവറേജ് വരുന്നത് 10 ഈ 10% മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ വർഷം നിങ്ങൾക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ബോർഡിന് 12% റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടായിരിക്കാം, പക്ഷെ കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഈ വർഷം പ്രോഫിറ്റ് ഇല്ല, അത് മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷം കൊടുത്തിട്ടുള്ള ഡിവിഡൻഡ് റേറ്റിന്റെ ആവറേജിന് മുകളിൽ ഈ വർഷത്തെ ഡിവിഡൻഡ് പെർസെൻറ്റേജ് കൂടാൻ പാടില്ല. അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ കൊടുത്തോ, നോ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് ലോയുടെ ലോജിക് എന്ന് പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു റെസ്പെക്ട് ദ ലോ, ബിക്കോസ് ഈവൻ ദോ ഞാൻ പറഞ്ഞല്ലോ, യു ഡോണ്ട് ഫർഗെറ്റ് ദ സ്ക്രിപ്റ്റ്, because even though you don't have a profit, law allows you to declare dividend. That is a very interesting and very innovative provision in order to maintain the dividend track record of the company. So the first restriction is the percentage of dividend which you are going to propose this year should not exceed the last 3 years average dividend percentage. Condition number 2, how much amount you can draw. Total amount to be drawn from such accumulated profit shall not exceed 1/10, that means 10% of the sum of its paid up capital and free reserves as appearing in the latest audited financial statement. നിങ്ങൾ എടുക്കാൻ പോകുന്ന എമൗണ്ട് എവിടെ നിന്ന് എടുക്കാൻ പോകുന്ന? ഫ്രീ റിസർവ്സിന്, അതായത് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സിന് എടുക്കാൻ പോകുന്ന എമൗണ്ട്, ദ ഫിഗർ, there is a restriction. The restriction is 10% of the PUC plus FR, that is paid up capital and free reserves. കമ്പനിയുടെ ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നിന്നും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസർവ്സും എടുക്കുക, അത് ടോട്ടൽ ചെയ്യുക. അത് ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് വരും, അതിൻ്റെ 10% എത്രയോ ആ എമൗണ്ട് മാത്രമേ ഫ്രീ റിസർവ്സിന് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാ കണ്ടീഷനും ഓരോന്നും ഓരോ കണ്ടീഷനാണെന്നുണ്ടെങ്കിലും എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്താൽ മാത്രമേ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികൾക്ക് പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റൂ. ആൻഡ് സോ യു ഷുഡ് interpret all these conditions in toto. ഒത്തിച്ച് ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടീഷൻ നമ്പർ 2 ഇതാണ്. 3, യൂട്ടിലൈസേഷൻ ഓഫ് എമൗണ്ട്. എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? The amount to draw, amount so drawn shall be first be utilized to set off the losses incurred in the financial year in which the dividend is declared before any dividend in respect of equity share is declared. തലേ വർഷത്തെ ഫ്രീ റിസർവ്സിന്റെ പ്രോഫിറ്റ് എടുത്ത്, അതായത് എമൗണ്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ? നിങ്ങൾ ഈ വർഷത്തെ ലോസ് ആദ്യം ഓഫ്സെറ്റ് ചെയ്യണം. ബുക്ക് ആൻഡ് റീഡ് ഓഫ്സെറ്റ് ചെയ്ത്, അപ്പോൾ ലോസ് ഇല്ലാതെയാവും. ഇല്ലാതാക്കിയതിന് ശേഷം, പ്രോഫിറ്റ് ആയതിനു ശേഷം മാത്രമേ കറണ്ട് ഇയറിൽ നിന്ന്, അതായത് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദിസ്? ഗായത്രി, ഇതിന്റെ ഇമ്പാക്ട് എന്താണ് ഈ പോയിന്റിന്റെ? വാട്ട് ഈസ് ദ outcome of this point? അപ്പൊ അതിനർത്ഥം ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഉള്ള കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ തത്വം ഇപ്പോഴും കറക്റ്റ് ആണ് അല്ലേ? യെസ്. സോ ദാറ്റ് ഈസ് ദ വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അപ്പോൾ ലോസ് ഉള്ള കമ്പനികൾ കൊടുക്കാമെന്ന് പറയുമ്പോഴും അവിടുത്തെ പോയിന്റ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് നിന്ന് ഫ്രീ റിസർവ്സ് നിന്ന് എമൗണ്ട് എടുത്ത് ആദ്യം നിങ്ങൾ കറണ്ട് ഇയറിലുള്ള ലോസ് ഓഫ്സെറ്റ് ചെയ്യണം. ബുക്ക് ആൻഡ് റീഡ് ഓഫ്സെറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആക്കിയ ശേഷമേ കൊടുക്കാവൂ. ദാറ്റ് മീൻസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഡൻഡ് ദാറ്റ് ഓൺലി എ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ക്യാൻ ഗീവ് ഡിവിഡൻഡ് എന്നുള്ള ഈസ് അപ്ഹെൽഡ്. ഇതാണ് ഏറ്റവും രസകരമായ സമയം. ആൻഡ് ഐ ടോൾഡ് എവറിത്തിങ് ഇസ് ബുക്ക് ആൻഡ് റീഡ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതെല്ലാം ഈ പ്രക്രിയകളൊക്കെ ചെയ്യുന്ന പൈസ ഉണ്ടോ എന്ന് നോക്കണം. ഡിവിഡൻഡിന് കൊടുക്കാനായിട്ടുള്ള ക്യാഷബിൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഈ ബുക്ക് ആൻഡ് റീഡ് ഇടുന്നതുകൊണ്ട് പൈസ കിട്ടത്തില്ല, പറഞ്ഞ മനസ്സിലായി. സോ ദാറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഹിയർ ടു. അപ്പോൾ ഈ 3ാമത്തെ പോയിന്റ് കൊണ്ടുള്ള ഏറ്റവും വലിയ തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ് ഉണ്ടെങ്കിൽ ആ ലോസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന് എടുത്ത് ഈ കറണ്ട് ഇയറിൽ ബുക്ക് ആൻഡ് റീഡ് അത് പ്രോഫിറ്റ് ആക്കിയ ശേഷമേ കൊടുക്കുന്നുള്ളൂ. അതിനർത്ഥം ഈവൻ ദോ ഇഫ് യു ആർ പേയിങ് ഡിവിഡൻഡ് ദിസ് ഇയർ, theoretically you are making your financial statement profitable, then only you can give a dividend. So that is a very interesting aspect of this point. Now onnude ella point onnude varam. Last point is more interesting. The balance of reserve after such withdrawal shall not fall below 15% of paid up capital as appear in the latest financial statement. പഴയ വർഷത്തെ തലേ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ബി കെയർഫുൾ, ദ ബാലൻസ് എടുത്തതിന് ശേഷം ബാക്കി ആ ഫ്രീ റിസർവ്സിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 15% ഉണ്ടാവും ചെയ്യണം.
അപ്പോൾ വീണ്ടും ഞാൻ പറയാം, ഇത് ഓരോന്നും ഓരോ കണ്ടീഷനല്ല, ഈ 4 കണ്ടീഷനും കൂടെ ഒത്തിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, കുട്ടികളെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ വെൽ ബാലൻസ്ഡ് സിസ്റ്റം. സോ കണ്ടീഷൻ 1 റേറ്റിനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനികൾ പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ ഡിവിഡൻഡ് റേറ്റിന് ആവറേജിൽ കൂടാൻ പാടില്ല. കണ്ടീഷൻ നമ്പർ 1. 2, എത്ര എടുക്കാം ഫ്രീ റിസോഴ്സിന്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും 10% വരെ എടുക്കാൻ പാടുള്ളൂ. 3, എടുത്തിട്ട് എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെടുത്ത് ഈ വർഷത്തെ ലോസ് സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റബിൾ ആക്കിയിട്ട് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. 4, പഴയ വർഷത്തിന് പ്രോഫിറ്റ് എടുക്കുമ്പോൾ എല്ലാം എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാക്കി അവിടെ എത്ര വേണം, 15% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വേണം. വെരി ഇൻട്രസ്റ്റിംഗ്. നൗ ഇതിൽ ഈ കുട്ടികൾക്ക് പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും ഒരു ചെറിയൊരു അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 2ാമത്തെ പോയിന്റും 4ാമത്തെ പോയിന്റിലും പെർസെൻറ്റേജ് ഉണ്ട്. 2ാമത്തെ പോയിന്റിൽ കണ്ടീഷനിൽ 10% പെർസെൻറ്റേജ് ഉണ്ട്, 4ാമത്തെ പോയിന്റിൽ 15% പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷെ ക്രിട്ടിക്കലി നോക്കിയാൽ 2ാമത്തെ പോയിന്റിൽ 10% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഫ്രീ റിസോഴ്സും കൂടെ കൂട്ടിയിട്ടാണ്. പക്ഷെ ബാലൻസ് നോക്കുന്ന 4ാമത്തെ പോയിന്റിൽ 15% ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമേ എടുക്കാവൂ, ഫ്രീ റിസോഴ്സ് എടുക്കാൻ പാടില്ല. ഇവിടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ, ഫ്രീ റിസോഴ്സ് ഇല്ല. സോ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഈ 4 കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ പഴയ വർഷത്തിൽ നിന്ന് പ്രോഫിറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ചില കുട്ടികൾ ചോദിക്കും, സർ 4 കണ്ടീഷനും കംപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കംപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട, ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല. എവിടെ നിർത്തി കൊടുക്കാൻ പറ്റില്ല? പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ഡിവിഡൻഡ് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഈ വർഷം കഴിയും, അടുത്ത വർഷം നോക്കുക, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുത്താൽ. സോ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വലിയ റെവല്യൂഷൻ സംഭവങ്ങളൊന്നുമില്ല. പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, പ്യൂർലി അക്കൗണ്ടൻസി കൺസെപ്റ്റ് ആണ്, പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ then you are not eligible to declare dividend in this current year. Clear? Ajit, clear ആണോ? Yes, so this is very very important. നല്ലതിൽ മനസ്സിലാക്കി ഞാൻ പറഞ്ഞില്ല, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇവിടെ നിന്ന് പ്രോബ്ലം ഒക്കെ ചോദിക്കൊരു പ്രോബ്ലം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, സമയം പോകും. സോ യു ഹാവ് ടു വർക്ക് ദാറ്റ്. So any clarification required, please come back so that we will have a discussion. But I will be more inclined to be on the conceptual law. Conceptual law ആണ് important. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇത്രയും 4 കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു ഡിവിഡൻഡ് പോളിസിയാണ്. ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറഞ്ഞ വാക്ക് മാർക്ക് ബിസിനസ് സൈക്കിൾ. അതായത് ചില വർഷങ്ങളിൽ ചിലപ്പോൾ ലോസ് വരാം, ചില പ്രൊവിഷൻ എൻട്രി ഇടുന്നുണ്ടോ, ചില ബാഡപ്സിന് പ്രൊവിഷൻ ഒതുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് എൻട്രിയൊക്കെ വരും. ഇപ്പോൾ കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ, ഇപ്പോൾ ബാങ്കുകൾക്കല്ല, ഈ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഒരുപാട് ബാങ്കുകളുടെ റിസൾട്ട് വന്നു. കോട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് വന്നു, ഒത്തിരി ഈ ലിസ്റ്റഡ് കമ്പനിയുടെ. അവിടെ എല്ലാം പ്രോഫിറ്റ് കുറഞ്ഞു പോയി. മോസ്റ്റ് ഓഫ് ദ ബാങ്കിൻ്റെയും പ്രോഫിറ്റ് താഴോട്ടായിരുന്നു. അതിന് കാരണം വെച്ചാൽ ഒരു പ്രൊവിഷൻ ഇട്ടാണ്. ഈ പ്രൊവിഷൻ ഇട്ടെന്ന് അറിയാലോ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ്. എന്തെങ്കിലും റിസ്ക് അപ്രിയൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ RBIയുടെ ചില നോംസ് ഉണ്ടോ, ഒരു പ്രൊവിഷൻ ഇടും. പ്രൊവിഷൻ ഇടുമ്പോൾ കമ്പനി വന്നിട്ട് പൊതുവെ പ്രോഫിറ്റ് കുറയുകയോ ലോസിൽ പോവുകയോ ചെയ്യും. ഇങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതുപോലെ മോസ്റ്റ്ലി ഇങ്ങനത്തെ, അതായത് ഇത്രയും വർഷം പ്രോഫിറ്റ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ തലേ 3 വർഷം പ്രോഫിറ്റ് ഉണ്ടായിട്ട്, അല്ലെങ്കിൽ തലേ വർഷം പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ വർഷം പെട്ടെന്ന് ലോസിന് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർഫോമൻസ് കുറയുന്നതുകൊണ്ട് മാത്രമായിരിക്കും. ഇത്തരം അക്കൗണ്ടൻസി പ്രൊവിഷൻസ്, ഡിപ്രിസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്, ഡെഫർ ടാക്സേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാക്സ് ആസ്പെക്ട്സിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ടാണ് ലോയിൽ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് ഡൗൺ ആയിപ്പോയാൽ തൊട്ട് മുമ്പത്തെ വർഷം പ്രോഫിറ്റ് ഉണ്ടാക്കി ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ലോ ഇൻ എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അല്ലാതെ സാധാരണ കുട്ടികൾ പഠിക്കുന്നത് മാത്തമെറ്റിക് ആംഗിളാണ് പഠിക്കണം. കറണ്ട് ഇയർ പ്രോഫിറ്റ്, അങ്ങനെ കറണ്ട് ഇയറിൽ എങ്ങനെ പ്രോഫിറ്റ് വരായിരിക്കും? തലേ വർഷം വരെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ വർഷം പെട്ടെന്ന് താഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ലോജിക്കുണ്ട്. അപ്പോൾ അതാണ് ലോ അലോ ചെയ്യുന്നത്. പിന്നെ ചിലർ ചോദിക്കും 3-4 വർഷമായിട്ട് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം പ്രീവിയസ് ഇയർ പ്രോഫിറ്റും ഇല്ല, കറണ്ട് ഇയർ പ്രോഫിറ്റും ഇല്ല, പ്രീവിയസ് ഇയർ പ്രോഫിറ്റും ഇല്ല. ദെൻ ഒബ്വിയസ്ലി യു ആർ നോട്ട് capable of or eligible to declare dividend. It's clear. Okay. Any clear alle nandra ellarum? Yes. So this is very important from exam point of view. So the ഞാൻ എപ്പോഴും പറയും, law പഠിക്കുമ്പോൾ it's not the mechanical law, അതിന്റെ logic is very important. So that is why ഞാൻ പറഞ്ഞു. And frankly speaking, ഈ dividend ഒന്നും വാക്ക് പോലും ഇല്ല ഫൈനലിൽ പഠിക്കാൻ. Professional program, not even a single word you will study. So this is the only area where or very opportunity you are going to study this. So make sure that you practically understand this law. Yes.
നമുക്ക് ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലം ആസ്പെക്ട് I don't want to discuss in the live class. It's your duty to please look into this. Any doubts, any application, please come back so that we will have a discussion later. Otherwise, it will eat our time. Okay. അപ്പോൾ നോക്ക്, നല്ല രസമുള്ളൊരു പ്രോബ്ലമാണ്. ഞാൻ നോക്കിയതാണ്, നല്ലൊരു പ്രോബ്ലമാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് വർക്ക് ഔട്ട് ഇറ്റ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡിസ്കഷൻ, പ്ലീസ് വി വിൽ ഹാവ് എ ഡിസ്കഷൻ. ഒരു തിയറിറ്റിക്കൽ ഏരിയയാണ്, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്നൊരു തിയറിയാണ്. ഈ ഡിവിഡൻഡ് അത് ആക്ച്വലി ഇവിടെ പറയേണ്ടതായിരുന്നില്ല. ഐ ഡോണ്ട് നോ വൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് പുട്ട് ഹിയർ. ഇത് ഇൻട്രൊഡക്ഷനിൽ പറയണമായിരുന്നു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസി എന്തൊക്കെയാണ് പറഞ്ഞിട്ട് വേണം ലോയിലോട്ട് വരാൻ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയാണ് സ്പേസ് അതിനുള്ള. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡിവിഡൻഡ് കൊടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഒരുപാട് ആസ്പെക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലീഗലായിട്ടുള്ള ആസ്പെക്ട്സ്, കോൺട്രാക്ച്വൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഏണിംഗ് കപ്പാസിറ്റി. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാഷ് പൊസിഷനാണ്. നമ്മൾ പ്രോഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കാര്യം, ബാങ്കിൽ പൈസ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം, ക്യാഷ് പൊസിഷൻ എത്രയാണെന്നുള്ള കാര്യം. അൺലെസ് ആൻഡ് അണ്ടിൽ യു ഹാവ് എ ക്യാഷ് പൊസിഷൻ ഓർ യു ഹാവ് എ ലിക്വിഡ് ക്യാഷ് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്, യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡിക്ലെയർ ഡിവിഡൻഡ്. പിന്നെ ഫിനാൻഷ്യൽ നീഡ്സ്, അതുപോലെ തന്നെ അടുത്ത വർഷം എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ. ഇപ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഉള്ള കമ്പനി ആയിരിക്കും, ഒരു പക്ഷേ 1000 കോടിക്ക് മുകളിൽ പ്രോഫിറ്റ് ഉള്ള കമ്പനി ആയിരിക്കും. സ്റ്റിൽ ദ മാനേജ്മെൻറ്റ് or the board may decide to not to declare dividend because അടുത്ത 3 വർഷം കാപ്പെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മെഷീനറീസ് മേടിക്കാനും അല്ലെങ്കിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരുപക്ഷെ ഒത്തിരി പൈസ ആവശ്യം വരും. അങ്ങനെയുള്ളപ്പോൾ ചില കമ്പനികൾ ഒത്തിരി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യില്ല. ബിക്കോസ് ദേ വാണ്ട് സം മണി ടു ഇൻവെസ്റ്റ് ഇൻ കാപ്പെക്സ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. പിന്നെ ടാക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡിവിഡൻഡ് പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ് ടാക്സ് പോളിസി, ടാക്സ് മാറ്റേഴ്സ്. ആൻഡ് യു ഓൾ നോ ദർ ഇസ് സംതിങ് കോൾഡ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്, DDT ഇൻ ഇൻകം ടാക്സ് ആക്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ ഇതെല്ലാം ആസ്പെക്റ്റാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതൊരു റോങ് പ്ലേസ് ആണ്. ഡിവിഡൻഡിൻ്റെ പ്രൊവിഷൻസിൻ്റെ പകുതിക്ക് എത്തിയിട്ട് ഇതിവിടെ പറയുന്നതിൽ കാര്യമില്ല. ബട്ട് ജസ്റ്റ് ഫോർ തിയറി പർപ്പസ്, ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ട, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ പോളിസിയുടെ ബേസിക്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആവാം, ഏർണിംഗ് കപ്പാസിറ്റി ആവാം, കമ്പനിയുടെ ക്യാഷ് പൊസിഷൻ. ഒരുപാട് ക്യാഷ് ഇരിക്കുന്ന കമ്പനികളാണ് സാധാരണ ഇൻട്രൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇടയ്ക്ക് ചിലപ്പോൾ 1-2 ഇൻട്രൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും, പിന്നെ ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. ദർ മേ ബി ഹ്യൂജ് ക്യാഷ് റിസർവ്സ് ഫോർ ദ കമ്പനി. So they will think to distribute this cash to the shareholders, owners of the company. So they will be happy and their wealth will be maximized. So they will be attracted to invest more in that company. So usually like Infosys പോലത്തെ ഒരുപാട് മെഗാ ലിസ്റ്റഡ് കമ്പനീസ് ക്യാഷ് ഇഷ്ടം പോലുള്ളപ്പോഴാണ് സാധാരണ ഡിവിഡൻഡിലോട്ട് പോകുന്നത്, rather than the other accountancy aspects. Mainly they have huge cash. So what they will do is they will distribute to the shareholders across the board, so that some money will go out of the company to the pockets of the shareholders. പിന്നെ ടാക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനി ഫിനാൻഷ്യൽ ഡിസിഷൻ ടാക്സ് കൺസിഡറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് തിയറി ആയിട്ട് വായിച്ച് വെച്ചാൽ മതി. കുറേ കവടവിടെയായിട്ടൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന ആവശ്യമൊന്നുമില്ല. നൗ കമ്മിങ് ടു whom you have to declare dividend. ആർക്കാണ് ഡിവിഡൻഡ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ആൻഡ് യു ഓൾ നോ ഡിവിഡൻഡ് ഈസ് ഓൾവേസ് പെയ്ഡ് ടു ദ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ. ബട്ട് ഇവിടെ 1-2 പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് വരും. ബിക്കോസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന മുമ്പ് നമ്മൾ വി വിൽ ഹാവ് സംതിങ് കോൾഡ് എ റെക്കോർഡ് ഡേറ്റ്. ലൈക്ക് ഈ വോട്ടിംഗ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഒരു വോട്ടിംഗ് മുമ്പായിട്ട് മീറ്റിംഗിന് 7 ദിവസം മുമ്പുള്ളവരുടെ ലിസ്റ്റാണ് എടുക്കുന്നത്. അതുപോലെ ഇവിടെയും they will put a record date, which is very important aspect. ഒരു സെക്കൻഡ്. ഓക്കെ, we will continue. So coming to ആർക്കാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നുള്ള, ആർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ആയിട്ടും രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറിനാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. ഈ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് ഒരു ഡേറ്റ് എടുക്കും. ആ ഡേറ്റിനെയാണ് നമ്മൾ റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഡേറ്റിന് മുമ്പ് ഷെയർ ട്രാൻസ്ഫറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെയാണ് ആ ഡിവിഡൻഡ് നമ്മൾ ആർക്ക് കൊടുക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ആയിട്ടും ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യം സോ ആയിട്ടും ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ പത്രത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂസ് വരും.
ഓൺലൈൻ മീഡിയയിലൊക്കെ moneycontrol.com അതുപോലെ ഒരുപാട് സൈറ്റുകളിലും അതുപോലെ ബിസിനസ് ചാനലിൽ CNBC, ET Now, NDTV പ്രോഫിറ്റ് പോലത്തെ വലിയ വലിയ എന്താണ് ബിസിനസ് ചാനലിലൊക്കെ ന്യൂസ് വരും. ഇൻഫോസിസ് ഡിക്ലയർസ് ഇൻട്രം ഡിവിഡൻഡ് 23 rupees എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷെയർ ട്രാൻസ്ഫറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അവർ റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റ് മുമ്പായിട്ട് നമ്മളെ പേര് ആ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഡെപ്പോസിറ്റിയുടെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ വെച്ചിരിക്കണം, പേര് ചേർത്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, ഡിവിഡൻഡ് കിട്ടത്തില്ല. ഇപ്പോൾ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്യുന്നത് പോലെ, ഈ വോട്ടിംഗ് ഒക്കെ പോലെ ആ ഡേറ്റിന് മുമ്പ് നമ്മളെ പേര് എൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഇവർ നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് ന്യൂസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കമ്പനിയുടെ ഷെയർ എടുക്കും. ഷെയർ എടുത്തിട്ട് ഈ റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഷെയർ വിൽക്കുകയും ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിവിഡൻഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്പർ ഓഫ് ഷെയർസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഫേസ് വാല്യൂലാണ് ഡിവിഡൻഡ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഷെയർസ് എടുത്താൽ മാത്രമേ അല്പം ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ. ഫേസ് വാല്യൂ ആകുമ്പോൾ ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 രൂപയാണ്. അപ്പോൾ അതിൽ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയറിന് 50 പൈസയെ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഫേസ് വാല്യൂലായതുകൊണ്ട്. അപ്പോൾ ഇത് റെക്കോർഡ് ഡേറ്റ് മറക്കരുത്. റെക്കോർഡ് ഡേറ്റ് മുമ്പ് നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണം. ആ ഷെയർ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ എമൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡറാണ്. മരിച്ചുപോയ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ പേര്, മരണപ്പെട്ട ആളുടെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഷെയർ ട്രാൻസ്മിഷൻ നടന്നിട്ടില്ല, അവകാശിയിലോട്ട് ലീഗൽ ഹയേഴ്സിലോട്ട് ഷെയർ ട്രാൻസ്ഫർ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഷെയർ ഇങ്ങനെ ട്രാൻസ്മിഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റേർഡ് ഷെയർ ഹോൾഡർ മരിച്ചു പോയല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനോ അല്ലെങ്കിൽ പറഞ്ഞ നോമിനിക്കോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആ ഡിവിഡൻഡ് കൊടുക്കണം. ഇൻസോൾവെൻ്റ് ആയ മെമ്പർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അസൈനിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ അത് ഒരു നിയമപരമായ കാര്യങ്ങളാണ്. ഇൻസോൾവെൻ്റ് ആവുക, അതുപോലെ തന്നെ നമ്മൾ ഒരാൾ മരണപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ട്രാൻസ്മിഷന് ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് രജിസ്ട്രേർഡ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഡിവിഡൻഡ് കിട്ടത്തുള്ളൂ. അതിനർത്ഥം ഷെയർ ട്രാൻസ്ഫർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷെയർ ട്രാൻസ്ഫർ നമ്മൾ എഫക്റ്റീവ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിവിഡൻഡ് അവർ വിത്ത്ഹെൽഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് കറണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഷെയർ ഞാൻ സൗമ്യക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഡേറ്റിന് മുമ്പ് റെക്കോർഡ് ഡേറ്റിന് അന്ന് ആരെ പേരിലാണോ ഷെയർ ഇരിക്കുന്നത് അവർക്കാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, പക്ഷേ സൗമ്യയുടെ പേരിൽ എത്തിയിട്ടും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എൻ്റെ പേരിലാണ് ഇരിക്കുന്നത് അല്ലേ. കാരണം കമ്പനിയെ സംബന്ധിച്ചോളം രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ പേരിരിക്കുന്ന ആരെയാണോ അവരെ പേരിൽ മാത്രമേ ഡിവിഡൻഡ് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില പ്രാക്ടിക്കാലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യണം. പഴയതുപോലെ മാനുവൽ സിസ്റ്റം ഒക്കെ ആകുമ്പോൾ ഈ ഷെയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വലിയ പ്രോസസ്സാണ്. ഇപ്പോൾ എല്ലാം ഡിമാറ്റാണ്, അറിയാമല്ലോ അല്ലേ. എല്ലാം ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് സംബന്ധിച്ചോളം ഒരു എൻ്റർ അടിക്കുമ്പോൾ തന്നെ മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റും കിട്ടും. ആ ലിസ്റ്റുള്ളവർക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കും. സോ ദിസ് ഈസ് ബേസിക്കലി the law which as to who is eligible to receive dividend. Fundamentally you have to understand the dividend is given to the registered shareholder, but if it is a deceased person then it go to the nominee or to the legal heirs so far as the transfer is pending, and insolvent ആണെന്നുണ്ടെങ്കിൽ go to the assignee, പിന്നെ അഡ്മിനിസ്ട്രേറ്റർ എടുത്തെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിൽ പോകും എന്നൊക്കെ. IPF you will discuss later. So this is basically as to whom you have to give dividend. So record date is very important. And now coming to preference shareholders dividend, there is nothing to discuss much. I think introduction ഞാൻ പറഞ്ഞാണ്. Preference shareholders basically get a preferential right to dividend, you all know. അതുകൊണ്ടാണ് അവർ preference shareholders എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓൾറെഡി തന്നെ പറഞ്ഞിരിക്കും. ലൈക്ക് നമ്മൾ അക്കൗണ്ടൻസിൽ പണ്ട് കോളേജിലൊക്കെ എൻട്രി ഇട്ട് പഠിച്ചാണ് 6% preference shareholders എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടേംസ് ഓഫ് ഇഷ്യൂ പ്രകാരം 6% ഡിവിഡൻഡ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 6% തന്നെ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് കൊടുത്തിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എന്ത് കൊടുക്കാറുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കാറുള്ളൂ. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് always have a preference to get dividend, and that is very interesting point. അതുപോലെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിക്ക് മാത്രം മതി, പ്രിഫറൻസിന് കൊടുക്കണ്ട എന്നൊരു കൺസെപ്റ്റും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അതൊക്കെ നമ്മുടെ
ബോർഡിനെ ഇതനുസരിച്ച്. ബിക്കോസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഫൈനൽ ഡിവിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻട്രം ഡിവിഡൻറ്റിനെ കുറിച്ച് അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ പൊതുവേ ഇല്ല. സോ വൈൽ ദ ബോർഡ് ഡിസൈഡ്സ് ടു ഡിക്ലെയർ ഇൻട്രം ഡിവിഡൻറ്റ്, it can take a call that equity shareholders മാത്രം മതി പ്രിഫറൻസ് കൊടുക്കേണ്ടെന്ന് തീരുമാനിക്കാം. ബിക്കോസ് പ്രിഫറൻസ് എന്ന് പറയുന്ന preference shareholders in the criteria is basically for the final dividend. So it all depend upon the board basically. So any doubts you can stop me. ആവശ്യമില്ലാത്ത കുറച്ചൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് because institute usually write many things. Waiver of right to receive dividend അങ്ങനെ ചെയ്യാമോ എന്നുള്ള കമ്പനീസ് ആക്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രൊവിഷനും ഇല്ല. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മളിപ്പോൾ നന്ദന പറയുന്നത് എനിക്ക് ഡിവിഡൻഡ് വേണ്ട, ഷെയർ ഹോൾഡർ പറയുന്നത് എനിക്ക് ഡിവിഡൻഡ് വേണ്ട എന്ന് പറയും. അപ്പോൾ അത് പറയുന്നതും പറയാത്തതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഒരു എക്സ്പ്രസ് ആയിട്ടൊരു പ്രൊവിഷനൊന്നുമില്ല ഡിവിഡൻഡ് വേണ്ടാന്ന് വയ്ക്കുന്നത്. കാരണം അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയോ റിക്വസ്റ്റും ചെയ്യേണ്ട, ഇറ്റ് ഓട്ടോമാറ്റിക്കലി comes to your bank account. So basically there is no express provision, but you may deny, that is, and basically you all know none of the person will be hesitate to receive money. ഇല്ല, പൈസ കിട്ടുന്ന ആരും വേണ്ടാന്ന് വയ്ക്കത്തില്ല. സോ അങ്ങനെ ഒരു കൺസെപ്റ്റ് പൊതുവില്ല. ബട്ട് it can be done, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, it can be done, but there is no separate provision in the law, Companies Act or neither rules to waive a dividend. So because no law will put a restriction as to നമുക്ക് ഡിവിഡൻഡ് വേണ്ട എന്നൊരു പ്രൊവിഷൻ, വേണ്ടാതെ വയ്ക്കുന്നൊരു പ്രൊവിഷൻ കാണത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ ഷെയർ ഹോൾഡർ ടു ഡിസൈഡ്. നൗ വി വിൽ മൂവ് ടു സം മോർ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇസ് ദെയർ. ഇനി അങ്ങോട്ട് കുറച്ച് ഏരിയ കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് പ്ലീസ് ലിസൺ. നൗ ദിസ് എൻറ്റയർ മെക്കാനിസം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിവിഡൻഡ് പേ ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം ഇനി നെക്സ്റ്റ് 20 minutes പ്ലീസ് ബി വെരി കെയർഫുൾ. സി, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അത് ഫൈനൽ ഡിവിഡൻഡ് ആയാലും ഇൻട്രം ഡിവിഡൻഡ് ആയാലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ഇൻട്രം ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ് അറ്റ് ദ ബോർഡ് മീറ്റിംഗ് ആൻഡ് ഫൈനൽ ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ് അറ്റ് ദ AGM. രണ്ട് കേസിലായാലും ഡിക്ലെയർ ചെയ്താൽ 5 ദിവസത്തിനകത്ത് ഒരു സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ പൈസ മാറ്റിയിടണം. ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, I don't know whether it is stated in the study material or not. ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. So let me introduce you a very important concept here. See, once dividend is declared, you have to pay it. So Companies Act is very strict about this, because especially for a listed company, this is very sensitive matter, because dividend is a very important price sensitive information, while the shares of the company is actively trading in the stock exchange. So assume that if a company announces or declares an interim dividend or final dividend, usually whenever a dividend is declared, the shareholders will be more enthusiastic, and the new shareholders or new investors will pump money or invest in this company, because percentage comparative നല്ല percentage ആണ്, റിട്ടേൺ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഈ കമ്പനിയുടെ ഷെയർ എടുക്കാറുണ്ട്. സോ പൊതുവെ മാർക്കറ്റിൻ്റെ ഒരു വാല്യുവേഷൻ ഭയങ്കരമായിട്ട് കൂടുകയും ഒരു പെർസെപ്ഷൻ ഭയങ്കരമായിട്ട്, കാരണം പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. സോ ഇൻ ദിസ് സിനാരിയോ there are certain companies which may declare a dividend, either interim dividend at the board or final dividend at AGM. But unfortunately പിന്നെ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴാണ് അറിയുന്നത് പൈസ ഇല്ല. അതാണ് ഇവിടെ ദിസ് വെരി ക്രൂഷ്യൽ കൺസെപ്റ്റ് വെനെവർ ഐ ടീച്ച് ഡിവിഡൻഡ്. ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറയുന്നതാണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന അക്കൗണ്ടൻസി ആസ്പെക്ട് വേറെയാണ്, ബട്ട് ദിസ് ആസ്പെക്ട് ഓഫ് പൈസ ഇസ് ഡിഫറെൻറ്റ്, ബിക്കോസ് അൺലെസ് യു ഹാവ് എ ക്യാഷ് യു കനോട്ട് പേ. സോ ചില കമ്പനികൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റും മറ്റുള്ള അക്കൗണ്ടൻസി ആസ്പെക്റ്റുകളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് they will declare dividend. And after declaration, the finance department or the entire finance controller team will look into the liquidity of the company, and there may be a situation where there is no money to declare. There is no money to pay, basically. So declaration is an accountancy concept or a theoretical concept. Practically you require money. അപ്പോൾ ഇവിടെ ചില കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ലേറ്റർ ഡേറ്റിൽ ആലോചിക്കുന്ന പുനർചിന്ത അല്ലെ, ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഈ ഡിസിഷൻ വിഡ്രോ ചെയ്യാറുണ്ട്. So this is a very important aspect, every student of CS should know. There is no provision in the Companies Act that the company can withdraw or cancel a dividend declaration decision. Once you had declared interim dividend at board meeting
or final dividend at AGM, as the case may be, you have no choice except to pay that, because you cannot withdraw this decision, especially on account of the reason that you don't have money. So this is very, very, very important. Unfortunately, there is no such discussion in the study material, because this is very important. ഗായത്രിക്ക് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അത് ഫൈനൽ ഡിവിഡൻഡ് ആയാലും കൊള്ളാം, ഇൻട്രീം ഡിവിഡൻഡ് ആയാലും കൊള്ളാം, അത് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ദ കമ്പനി വിഡ്രോസ്, ദ ക്വസ്റ്റ്യൻ ഈസ് the financial position of the company or the liquidity position of the company is very low. പൈസ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും, കടം മേടിച്ച് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പൈസ ഇല്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാഡ് ഡെയർ എനഫ് ടു ഡിസൈഡ് ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു പേ ദാറ്റ്, then unfortunately there is no provision in the Companies Act. But still, if the company has decided to not to pay even after the declaration of dividend, then that money or that amount or that percentage will become a debt on the company. കമ്പനിയിലെ കടമായി മാറും. അതിനർത്ഥം, ഫോർ എക്സാമ്പിൾ, if Soumya is the shareholder of a company and your company declares 10% dividend, assume that Soumya has a pretty good shares in your hand. Say you computed ചിലപ്പോൾ 14 ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടാൻ, ചുമ്മാ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ, because you have huge number of shares in this company. So as per the percentage declared by the company, Soumya has to get 14 lakhs as dividend. But to the surprise of Soumya, after a few days, say 15-20 days, the company announces that it decides to withdraw this decision of this final dividend because it don't have a money, or the liquidity position is endangered. Now, as you all know, this withdrawal is not accepted in the law. So once it has been declared, the declarer is like, now the company will become Soumya can sue the company as a creditor, because company since declarer is like, it will become a debt, ഒരു കടമായി മാറും കമ്പനിയെ സംബന്ധിച്ചോളം. അപ്പോൾ Soumya will, even though you are a shareholder, now you will become a creditor of the company, and you can sue the company for that 14 lakhs. So this is a very, very, very interesting point. Unfortunately, I am sorry to say that our study material has missed this point. This is a very crucial point whenever dividend is concerned. So neither interim dividend nor final dividend, once declared, can be withdrawn by the company. If the company withdraws that, then the shareholder, being the shareholder of the company, but will be in the stance of a creditor, and the creditor can sue the company for the declared money, so that the company has to company will be forced to pay that money to the shareholder, the declared dividend amount. And if it is not capable, then we will sue the company as a money suit, and recovery of land revenue പോലെ നമ്മൾ recover ചെയ്തെടുക്കാൻ പറ്റും. So that is a very, very important interpretation as far as this area is concerned. Okay, അപ്പോൾ ഇത് മറക്കരുത്. Now coming to study material point, that separate bank account, as I told, നമ്മൾ ഇൻട്രീം ഡിവിഡൻഡ് ആയാലും ഫൈനൽ ഡിവിഡൻഡ് ആയാലും ഡിക്ലെയർ ചെയ്താൽ 5 ദിവസത്തിനകത്ത് സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് അക്കൗണ്ട് മാറ്റിയിടണം. ആൻഡ് ദാറ്റ് മണി ഷുഡ് നോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി അതർ പർപ്പസ്. ദാറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ പേയിങ് ദ ഡിവിഡൻഡ്. Now coming to when you have to pay the dividend. Dividend payment period is 30 days. Date of declaration plus 30 days. ഇനി കുറച്ച് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കെയർഫുൾ ആയിരിക്കുക. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനകത്ത് എന്ത് ചെയ്തിരിക്കണം? ഡിവിഡൻഡ് കൊടുത്തിരിക്കണം എന്നാണ് നിയമം. അപ്പോൾ ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനാണ്, പിന്നെ 25 ദിവസം കൊണ്ട് കൊടുക്കാൻ, അല്ലേ? അപ്പോൾ we'll take a date basically. We'll take September 1st for all our examples today. See, September 1st, why I took September, AGM is usually conducted by most of the companies at the month of September. So assume that September 1st I am declaring dividend at the AGM, then you have 30 days time to pay. That is September 30 is the last date of payment of dividend to all the shareholders, eligible shareholders. But within September 5th, you have to transfer this amount to a separate bank account, a scheduled bank account, so that the law makes you to block that fund, and this fund should not be used for any other purpose. So law want to ensure that you don't misuse this fund. So that is why the law says within 5 days of declaration, put that money in the separate bank account.
Okay, so it's clear. ഈ computation വെച്ചേക്കാം മനസ്സിൽ because we have a little bit more on this computation. September 30th is the last date in our example to pay the dividend. അപ്പോൾ 5 ആദ്യ ദിവസം പ്ലസ് 25 30 ദിവസം. Okay, let it be there. Okay, non-resident shareholders എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കും? Yes, you have to pay dividend equally to the NRI shareholders, and for NRI shareholders the only condition is you have to comply with the RBI regulations because you have to pay in the other currency basically, so exchange control regulations will come into play, and this NRI shareholders is equally eligible for dividend, but that is subject to the permission of Reserve Bank of India in compliance with FEMA. And if you remember FEMA, there is something called as authorized dealer under section 10 of FEMA Act 1999. You have to pay this amount through only an AD, that is authorized dealer. Authorized dealer വഴിയേ നമുക്ക് dividend കൊടുക്കാൻ പറ്റത്തുള്ളൂ. So there is impact of RBI regulations and of course compliance of FEMA. So the question here is whether you have to pay dividend to non-resident shareholders. The answer is yes. The only thing is you have to comply with the RBI regulations and of course compliance with the FEMA law. And you can pay only through the authorized dealers registered under the RBI, and that should be the formal channel. Nothing more to discuss about that. Rate of dividend is everything is discussed with. Now, before we go into the some computation area, one final area is to mode of payment. എങ്ങനെ കൊടുക്കുന്നുള്ളതാണ്. And obviously, and that is very interesting thing is. You can pay through cash also, and this is the only area where companies have give you the possibility of paying through cash, but practically we don't do it, but maybe traditionally there is this option is available. So the mode of payment of dividend is you can pay to cash, through cash or check or warrant or electronic mode, and now around 95 or even 80-85% of companies pay through electronic mode. And even I get many companies dividend. Even I don't know that. വന്നുകൊണ്ടിരിക്കും മെയിൽ വന്നുകൊണ്ടിരിക്കും ബാങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരും. ചെറിയ എമൗണ്ട് ആണെങ്കിൽ we can see that the dividend is declared through RTGS or NEFT system. But still, traditionally the law allows you to pay the dividend either through cash or check or warrant or electronic mode. But kind mode is not. വേറെ ഒരു കാര്യവുമായിട്ടൊക്കെ ഒരു കൈൻഡ് മോഡ് എന്ന് പറയത്തില്ല. ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയുടെ പ്രോഡക്ട്സ് കൊടുക്കുക, ആ ഡിവിഡൻഡിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒരു സാധനം കൊടുക്കുക, കമ്പനിയുടെ പ്രോഡക്ട്സ് കൊടുക്കുക. Like for example, if Nestle declares dividend, the law does not allow, say for example, Adit is a shareholder and he is getting around, say, 750 rupees as dividend. Percentage compute ചെയ്ത് നോക്കിയപ്പോൾ ഫേസ് വാല്യൂസ് നോക്കുമ്പോൾ 750 രൂപയാണ് ഡിവിഡൻഡ്. അപ്പോൾ Nestle cannot give you some biscuit packet or gift packet to you in lieu of 750 rupees. That is not allowed because dividend has to pay in cash, check or what is called dividend warrant or electronic mode. In kind ആയിട്ട് ഒരു സാധനമായിട്ട് കൺവെർട്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല. So that is against the law. Just now a very critical area which we are going to discuss. കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. It's not that much important. One more point is deposits. ഞാൻ അത് തുടക്കത്തിലേ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഡെപ്പോസിറ്റ്സ് പെൻഡിങ് കിടക്കുന്ന കമ്പനി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാനായിട്ട് ഡീഫോൾട്ട് വരുത്തിയുള്ള കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കാൻ പാടില്ല. ഐ തിങ്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് വി ഡിസ്കസ് ദിസ്. സോ എ കമ്പനി വിച്ച് ഈസ് ഗോയിങ് ടു പേ ഡിവിഡൻഡ് ഹാസ് ടു does not have any pending default in payment of deposits. Any deposits pending default, then you have to make good that. അതിനുശേഷം മാത്രമേ ഡിവിഡൻഡ് കൊടുക്കാൻ പാടുള്ളൂ. It's quite natural. And now coming to this is which area is very very important. Now we are moving to a very important area, section 124. So which requires some detailed discussion. Again, very important area for exam point of view. Every student should master this very clearly. Simple ആണ്, ഒന്നുമില്ല, അതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, but still there should be clarity. So I don't want to full read it because institute പടം വരച്ച് നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. So first I will explain, then I will go to that picture. See, next 15 minutes be very careful. See, dividend we have to pay within 30 days. You all know 30 days is the by default time declared dividend കൊടുക്കാനുള്ള സമയമാണ്. അതിൻ്റെ അകത്തൊരു 5 ദിവസം സെപ്പറേറ്റ് ബാങ്കിൽ മാറ്റാനുണ്ട്.
Now the question is, we are now moving from section 123 to 124. Called as UDA, that is unpaid dividend account. ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ സംബന്ധിച്ചോളം, ചെറിയ കമ്പനി കുഴപ്പമില്ല, ലിസ്റ്റഡ് കമ്പനി സംബന്ധിച്ചോളം കോടിക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് കാണും, ലക്ഷക്കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് ആണ്, തൗസൻഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ യു കോണ്ട് എക്സ്പെക്ട് ദാറ്റ് യു വിൽ ബി എല്ലാവർക്കും 30 ദിവസത്തിനകത്ത് പേ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഇപ്പോഴാണല്ലോ ഈ RTGSഉം ഇത്രത്തോളം ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഒക്കെ വന്നത്. ഇറ്റ് മീൻസ് വി ആർ ഇൻ 2025. ദ ആക്ട് ഈസ് ഇൻ 2013. അന്നൊന്നും ഇത്രത്തോളം 18 years ബാക്ക് അത്രത്തോളം ഒന്നും, അല്ലെങ്കിൽ പഴയ ആക്ട് ഉള്ളപ്പോഴൊന്നും ഇത്രത്തോളം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ദർ ഈസ് എൻ ഇഷ്യൂ ഓഫ് unpaid or unclaimed dividend. So first I will explain, then there is a chart. So ഇത് മുഴുവൻ പഠിക്കണം, you read it. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്നിട്ട് ചാർട്ടിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാം. So now the question is, if the company does not pay the dividend within 30 days of declaration of dividend, or it is not claimed, നമ്മൾ കൊടുത്തു പക്ഷെ ക്ലെയിം ചെയ്യാൻ ആരുമില്ല, അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ഇപ്പോഴും നമ്മൾ അക്കൗണ്ടിൽ തന്നെ കിടക്കും. സോ എങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ യു വിൽ ഗെറ്റ് 7 days ടൈം ഫ്രം ദ 30 days, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ട്രാൻസ്ഫർ ദ unpaid or unclaimed dividend to another special bank account maintained with the scheduled bank, and this money should be transferred to that account for every year. അപ്പോൾ ഡിക്ലെയർ ചെയ്ത് 37ാമത്തെ ദിവസം കഴിയുമ്പോൾ ഈ പൈസ മറ്റേ ബാങ്ക് അക്കൗണ്ടിൽ മാറ്റി ഈ പുതിയ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റും. ഓക്കെ, ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം. ഐ വിൽ എക്സ്പ്ലെയിൻ വീണ്ടും പറയാം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് 90 ദിവസത്തിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സ് അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്നു, അൺക്ലെയിംഡ് കിടക്കണമെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സാണ് അവരുടെ പേര് മുഴുവൻ എഴുതി അവരുടെ അഡ്രസ്സും എഴുതി കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലും കൂടെ നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. അതിനർത്ഥം, ഫോർ എക്സാമ്പിൾ, ഗായത്രി ഈസ് എ ഷെയർ ഹോൾഡർ ഓഫ് ദിസ് കമ്പനി ആൻഡ് ഷീ ഈസ് നോട്ട് വാച്ചിങ്, ഇങ്ങനൊരു കമ്പനി ഡിവിഡൻഡ് കിട്ടിയിട്ട് കുറെ കാലം ആയാലോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ സൈറ്റ് എടുത്ത് നോക്കിയാൽ അൺപെയ്ഡ് ആയിട്ടോ അൺക്ലെയിംഡ് ആയിട്ടോ നിങ്ങളുടെ പേര് ഡിവിഡൻഡ് ഉണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് ലോയുടെ ഉദ്ദേശം. കാരണം ലോയുടെ ഉദ്ദേശം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഓരോ വർഷത്തെ ഡിവിഡൻഡ് കൈപ്പറ്റാൻ പറ്റണം. അതിനാണ് ഈ കമ്പ്യൂട്ടേഷൻസ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു 90 days ടൈം ഉണ്ട്. ഞാൻ വരാം. എന്നിട്ട് ഇപ്പോൾ പൈസ എവിടെയാണ് കിടക്കുന്നത്? അൺക്ലെയിംഡ് ഓർ അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് 124 സെക്ഷൻ പ്രകാരമുള്ള അക്കൗണ്ടിൽ കിടക്കുകയാണ് പൈസ. അവിടെ നിന്ന് പൈസകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഇനിയും കിടപ്പുണ്ട്. അവിടെ 7 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. 7 years. ആ 7 വർഷവും കഴിഞ്ഞിട്ട് പോലും ആരും, അതായത് ആരെങ്കിലും ആ അക്കൗണ്ടിൽ നിന്ന് ഇനിയും പൈസ എടുക്കാനുണ്ടെങ്കിൽ അതിന് നമ്മൾ ആ 7 വർഷം കഴിയുമ്പോൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് IEPF ഫണ്ടിലോട്ട് മാറ്റും. അത് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഫണ്ടാണ്. പിന്നെ അവിടെ നിന്ന് മാത്രമേ ഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ കൊടുക്കും. കമ്പനിയുടെ കൈവിട്ടങ്ങ് പോകും. സോ വാട്ട് ഈസ് ദ ചാർട്ട്? ഇതാണ് ലോ. ഇനി നമ്മൾക്ക് നോക്കാം. ചാർട്ട് ഒരു നല്ല രീതിയിൽ വരച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വെരി കമ്പാരിറ്റീവ്ലി വെരി ഗുഡ് ഏരിയ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. സോ തുടക്കം മുതൽ ഒന്നുകൂടി പറയാം. കമ്പനി ഡിക്ലെയർസ് ഡിവിഡൻഡ് ഇൻ AGM. ആദ്യത്തെ 5 ദിവസത്തിനകത്ത് അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം. ഓക്കെ, അവിടെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റി എന്നിട്ട് എന്ത് ചെയ്യണം? 30 ദിവസം ആണ് സമയം ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ളത്. 30 ദിവസത്തിനകത്തും ആ പൈസ എന്താണ് കൊടുത്തില്ല എന്നുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലെയിം ചെയ്തില്ല എന്നുള്ളതുണ്ടെങ്കിൽ അത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് നിങ്ങൾ മാറ്റണം. അവിടെ നിന്നും 7 ദിവസത്തിനകത്ത് നിങ്ങൾ മാറ്റണം. അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ആ അക്കൗണ്ടിൽ കിടക്കും. ആ അക്കൗണ്ടിൽ 7 വർഷം വരെ കിടക്കും. അതിനുശേഷം IEPF ഫണ്ടിലോട്ട് മാറ്റണം. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഈ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് 90 ദിവസത്തിനകത്ത് നിങ്ങൾ അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വെബ്സൈറ്റിൽ ഇടണം. സോ ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അപ്പോൾ ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടേ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലീസ്, ഇൻ യുവർ മൈൻഡ് യു ലുക്ക് ദിസ്.
സോ ഐ ഡോണ്ട് നോ വെദർ സൗണ്ട് വിൽ ബി ദെയർ. ഇങ്ങോട്ട് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് സാറിന് നമ്മൾ പോസ് ചെയ്തിട്ട് രണ്ടത് ഓൺ ചെയ്യുമ്പോൾ ദർ ഈസ് എ ബഗ് ഇൻ മൈ സോഫ്റ്റ്വെയർ. ഐ ഡോണ്ട് നോ. സൗമ്യ ഇങ്ങോട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഐ ഡോണ്ട് നോ വെദർ സൗണ്ട് വിൽ ബി റിസീവ്ഡ്, അതർവൈസ് ഐ വിൽ. ഇറ്റ്സ് ഓക്കെ നൗ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് നോക്കാം. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ ഒരു ഷെഡ്യൂൾ ബാങ്കിലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ശേഷം ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ആ എമൗണ്ട് ഡിവിഡൻഡ് പേ ചെയ്തിരിക്കണം. 5 ദിവസം കഴിഞ്ഞിട്ടല്ല, ഡിക്ലെയർ ചെയ്യുന്ന ദിവസത്തിൽ നിന്ന്. ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തിരിക്കണം. ശേഷം അതിലെന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ 30 ദിവസം കഴിഞ്ഞ് വരുന്ന 30 ദിവസം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ അതിനെ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു 90 ഡേയ്സിനുള്ളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് അത് കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യണം. ശേഷം 7 വർഷം വരെ വെയിറ്റ് ചെയ്യാം. 7 വർഷത്തിന് ശേഷം അതിന് IPF അക്കൗണ്ടിലേക്ക്, വീണ്ടും അൺപെയ്ഡ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് IPF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. ഈ 90 ദിവസം എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പറയാം. അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് മാറ്റി 90 ദിവസമാണ്. പക്ഷേ 7 വർഷം കമ്പ്യൂട്ട് ചെയ്യുന്നു അൺപെയ്ഡ് അക്കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നിട്ടാണ്. മനസ്സിലായി? 90 അവിടെ കുറയ്ക്കരുത്, അതിൻ്റെ അകത്താണ് 90. ഓക്കെ, യെസ്. ഓക്കെ, നൗ to conclude this, I think I will ask Gayatri, because ഞാൻ കുറച്ച് ഡേറ്റ്സ് ചോദിക്കും, so that is be very simple. Gayatri, അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എത്ര ദിവസത്തിനകത്ത് അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് പോകണം? 90 days. നോ ഒന്നുകൂടി ചോദിക്കാം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം നിന്നും അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് എത്ര ദിവസത്തിനകത്ത് ഈ ഡിവിഡൻഡ് പൈസ പോകണം? 7 days. അല്ല, ഇവിടുന്ന് ഒത്തിച്ച് പറഞ്ഞു. ഇവിടുന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം എന്ന് പറഞ്ഞേ. എമൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ആക്കുന്നത് 7 ഡേയ്സിനുള്ളിൽ, ലൈക്ക് 5 ഡേയ്സിനുള്ളിൽ. അത് കഴിഞ്ഞ് സിമ്പിൾ അല്ല, ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്റെ ചോദ്യം സിമ്പിൾ ആണ്. അങ്ങനെയല്ല, നമ്മൾ കുറച്ച് ക്ലാരിറ്റി വരാൻ. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം, ഇപ്പൊ ഡേറ്റ് വെച്ച് പറയാൻ കുറച്ച് എളുപ്പത്തിന്, സെപ്റ്റംബർ 1 ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എന്ന് പോകണം. അതാണ് എന്റെ ചോദ്യം. 30 days. അല്ലല്ലോ, 30 days അല്ലല്ലോ. അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് എന്ന് പോകണം. അത് ചോദ്യം സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് സെപ്റ്റംബർ 1 ആണെങ്കിൽ അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് എന്ന് പോകണമെന്നാണ് എന്റെ ചോദ്യം. 37 ഡേയ്സ് അല്ലേ? അപ്പൊ സെപ്റ്റംബർ 7 അകത്ത് പോണ്ടേ അല്ലേ? യെസ്. അപ്പൊ ആണ് 37 ദിവസമാണ്. ഇനി ഗായത്രിത്തിന് ഒന്നുകൂടി ചോദിക്കാം. സിമ്പിൾ, കൺഫ്യൂസ് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട, സിമ്പിൾ ആണ്. ലാസ്റ്റ് ചോദ്യം ഇതവിടെ ക്ലാരിറ്റി ആയി. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസത്തിൽ നിന്നും IPF ഫണ്ടിലോട്ട്, ബാക്കി ഉണ്ടെങ്കിൽ എന്നുള്ള സാഹചര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം നിന്നും IPF ഫണ്ടിലോട്ട് പോകേണ്ട ദിവസം എത്രയാ? 7 years. 7 years? 5 days. അയ്യോ, അതെങ്ങനെയാണ് 5 days വന്ന അവിടെ? ആരും ചോക്ക് ഗായത്രി ഒന്നുകൂടി മൈൻഡ് അപ്ലൈ ചെയ്ത് നോക്കിയേ. എൻ്റെ ചോദ്യം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം നിന്നും, അൺപെയ്ഡ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യാൻ കഴിയാം. അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത ദിവസം നിന്നും IPF ഫണ്ടിലോട്ട് പോകേണ്ട കാലാവധി എത്ര? 7 years. മിടുക്കി, വെരി ഗുഡ്. ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? 7 years 37 days അല്ലേ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സൗമ്യ ക്ലിയർ അല്ലേ? ഇതാണ് ഇങ്ങനെയാണ് പഠിക്കുക. ഇതാണ് എൻ്റെ കാൽക്കുലേഷൻ ഗായത്രി. ക്ലിയർ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിനെ റിവേഴ്സ് ആംഗിൾ പഠിക്കുമ്പോഴേ മനസ്സിലാവും. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 37ാമത്തെ ദിവസമാകുമ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അൺപെയ്ഡിലോട്ട് പോകണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 7 വർഷവും 37 ദിവസവും ആവുമ്പോൾ IPFലോട്ട് പോകും. ആദ്യത്തിന് ക്ലിയർ ആയോ? സുഗായത്രി ഇപ്പൊ ക്ലിയർ അല്ലേ? കുറച്ചുകൂടി ക്ലാരിറ്റി ഇല്ലേ? സോ ദിസ് ഇസ് ദ വേ യു ഹാവ് ടു ഇന്റർപ്രിറ്റ്. അപ്പൊ അതിന്റെ സ്പ്ലിറ്റപ്പ് ആണ് 5 ദിവസം, 30 കഴിഞ്ഞ് 7 ദിവസം, പിന്നെ അവിടെ ഒരു 90 ദിവസം. ഇതെല്ലാം അതിന്റെ അകത്തുള്ള കളികളാണ്. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് സിമ്പിൾ.
IEPF ഫണ്ടിലോട്ട് ഒരു പൈസ വരുന്നുണ്ടെങ്കിൽ എത്ര കാലാവധി വേണം? ഇത് ഓരോ വർഷമാണ്. ഈ വർഷം ഇതുപോലെ തന്നെ, അടുത്ത വർഷം അതുപോലെ തന്നെ, ഓരോ വർഷം ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് പോകണം. ഓക്കെ, സോ IEPF ഫണ്ടിലോട്ട് പോകേണ്ടത് അതാണ് ഇമ്പോർട്ടൻറ്റ്. അൾട്ടിമേറ്റ്ലി അൺപെയ്ഡ് ബാക്കി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം ഡിവിഡൻഡ് എടുക്കുന്ന ദിവസത്തിൽ നിന്നും 7 വർഷവും 37 ദിവസവും കഴിയുമ്പോൾ ബാക്കി എന്തെങ്കിലും IPF പോയിരിക്കണം, ഇല്ലെങ്കിൽ വയലേഷൻ വരും. ദിസ് ഇസ് ദ master interpretation. How I compute, you all know, 30 days to transfer, 30 days to transfer to UCA, then to നമ്മളെ 7 ഡേയ്സിനകത്ത് നമ്മളെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അപ്പോൾ ആദ്യം ഒരു 5, പിന്നെ 25 കൂടെ കൂട്ടുമ്പോൾ 30, അവിടെ നിന്ന് 7 ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, പിന്നെ 7 വർഷം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ I think somewhere comes to particular 7 years and 37 days. So this is very important concept, and this is a very headache for a company, because every year you have to do this exercise, not only for a particular year. എല്ലാ എവിടെയൊക്കെ ഏതൊക്കെ വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു നമ്മൾ എക്സൽ ഷീറ്റിൽ ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. സോ ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ക്ലിയർ? സോ ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ആസ്പെക്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ആൻഡ് ദിസ് ഇസ് ഫോർ അൺലിസ്റ്റഡ് കമ്പനി ഓൾസോ. ഇത് ലിസ്റ്റഡ് കമ്പനിക്ക് മാത്രമുള്ളതല്ല, ഈവൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ ഇത് തന്നെ ചെയ്യണം. മനസ്സിലാവും? ചെറിയ കമ്പനി ആണെങ്കിൽ പോലും ഈ ലോ വിൽ ഈക്വലി അപ്ലൈ. സോ ദർ ആർ മെനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വിച്ച് ഡിക്ലെയർ ഡിവിഡൻഡ്. അപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്ത ചില കമ്പനികളുണ്ട്, അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എക്സൽ ഷീറ്റിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം ഇത് എപ്പോൾ ഡ്യൂ എന്ന് അറിയാൻ പറ്റില്ല. പണ്ട് കിടന്ന സംഭവത്തിന് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അല്ലേ? ആൻഡ് IPF ഇസ് വെരി സ്ട്രിക്റ്റ് നൗ. പഴയതുപോലെ അല്ല. ഇപ്പോൾ IPF മാറ്റാൻ പണ്ടൊന്നും ചുമ്മാ ഒരു കൊടുത്താൽ മതി, ഒരു ഫോം ഫില്ല് ചെയ്യും. ഇന്നിപ്പോൾ ഒരുപാട് ഫോംസും കോംപ്ലിക്കേറ്റഡ് തിങ്സും ഉണ്ട്. So make sure that you know this law very, very clearly. You study well. If still doubt persists, you come back so that we will have a discussion. ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ പറഞ്ഞു ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ UCA അക്കൗണ്ടിൽ പോകാനായിട്ട് 37 days, UD അക്കൗണ്ടിൽ പോകാനായിട്ട് 37 days. ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ IPF പോകാനായിട്ട് 7 years 37 days. ക്ലിയർ? സോ ഐ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹസ് പുട്ട് ക്ലിയർ, നല്ലൊരു വരച്ചിട്ടുണ്ട്. ഒറ്റ ഷെഡ്യൂൾ നമുക്ക് ഒറ്റ ഷെഡ്യൂൾ. ഇത് കമ്മിങ് ടു IEPF ഫണ്ട്. IEPF ഫണ്ട് ഈസ് എ വെരി important fund, investor education and protection fund. So established under section 125. Now we are moving to 125. 123 കഴിഞ്ഞു, 124 കഴിഞ്ഞു, 125 now. And IEPF fund is a very important fund, because this fund is utilized for overall investor education and protection by the Government of India under the aegis of Ministry of Corporate Affairs. And this fund is once upon a time, once you transfer to this fund, there is no way that you will get any money, because that is done with. But the present rules allows you to even claim money from this IEPF fund. There is some declarations, there is some forms, etc., so that you can even have an attempt of getting the money from this fund. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ എക്സ്ട്രീം സിറ്റുവേഷനാണ്. എല്ലാ സ്റ്റുഡൻസും ഇത് കോംപ്ലിക്കേറ്റഡ് ലോ ആണ്, പഠിക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഗൗരവം തോന്നുമെങ്കിലും പ്രാക്ടിക്കലി സ്പീക്കിംഗ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഡസ് നോട്ട് ഹാവ് ദീസ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ്. അറ്റ്ലീസ്റ്റ് ഇഫ് യു ഹാവ് എ പ്രട്ടി നമ്പർ ഈസ് ലെസ് ഷെയർ ഹോൾഡേഴ്സ്, ബിക്കോസ് കാരണം അറിയാലോ, ഇഫ് യു ആർ എ വിജിലൻറ്റ് ഷെയർ ഹോൾഡർ യു വിൽ ഓൾവേസ് ഗെറ്റ് യുവർ മണി. അപ്പം അത്രത്തോളം ബാങ്ക് അക്കൗണ്ട് നോക്കാത്തവരും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാത്തവരും ഇങ്ങനത്തെ ചില അറിയാലോ ഡോർമെൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനിയിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റേ വരത്തില്ല, കാരണം കിട്ടുന്ന പൈസയും മേടിച്ചുകൊണ്ട് ഒരു പോകും. ആൻഡ് ഐ ഓൾസോ ഡസ് നോട്ട് അപ്രീഷിയേറ്റ് സർട്ടൻ തിങ്സ്, ബിക്കോസ് പണ്ടത്തെ മാനുവൽ സിസ്റ്റത്തിലാണ് ഈ ലോ എല്ലാം. ഇന്നത്തെ ഈ നെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ അക്കൗണ്ടിലോട്ട് പൈസ ഇടയില്ലേ, സൗമ്യക്ക് മനസ്സിലായി. അപ്പം ഞാൻ നിങ്ങൾ അക്കൗണ്ടിലോട്ട് പൈസ ഇടുകയാണ്, നന്ദിനിയുടെ അക്കൗണ്ടിൽ പൈസ ഇടുകയാണ്. അപ്പോൾ അവിടെ അൺക്ലെയിംഡ് എന്നൊരു വാക്ക് വരുന്നില്ല. ശരിയല്ലേ ഗായത്രി പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക, ഡിവിഡൻഡ് വാറണ്ട് വരും, ഒരു ചെക്ക് ബുക്ക് പോലൊരു സാധനമാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ബാങ്കിൽ ഇടണം, അത് കളക്ഷന് പോയി വരും. ഇങ്ങനെയാണ് പണ്ട് ഡിവിഡൻഡ് വാറണ്ട്. അപ്പോൾ ചെക്ക് ആണെങ്കിൽ പണ്ട് എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഐ വാസ് വർക്കിംഗ് വളരെ ഏർലി പീരീഡിൽ ഓൺ പ്രൈവറ്റ്, ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ട്രിവാൻഡ്രത്ത്. അന്ന് നമ്മളിങ്ങനെ ഡിവിഡൻഡ് ചെക്ക് പ്രിന്റ് ചെയ്ത് കവറിംഗ് ലെറ്റർ വെച്ച് പോസ്റ്റിൽ അയക്കും. പോസ്റ്റിൽ അയച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്, 40 ദിവസമൊക്കെ ഇത് ഇങ്ങനെ റിട്ടേൺ വരും. അക്കൗണ്ട് എന്താണ് അഡ്രസ് നോട്ട് സീൻ എന്നൊക്കെ പറഞ്ഞു വരും. ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഇതൊക്കെയാണ് എല്ലാം കൂട്ടി വെച്ച് നമ്മൾ എക്സൽ ഷീറ്റ് ഉണ്ടാക്കി അൺപെയ്ഡ് അക്കൗണ്ടിലോട്ടൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് യു ആർ whenever it is electronic transfer,
you are automatically putting that money into the bank account of the shareholder. അപ്പോൾ പിന്നെ അവിടെ അൺക്ലെയിംഡ് എന്നൊരു നമുക്ക് അയാളുടെ ബാങ്ക് അക്കൗണ്ട് തുറന്നു നോക്കാൻ പറ്റത്തില്ല, അയാൾ ക്ലെയിം ചെയ്തില്ലെന്ന് അല്ലേ. സോ മോസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസ് ആർ റിഡൻഡന്റ് ബേസിക്കലി, അൺലെസ് ട്രഡീഷണലി പേ ചെയ്യുന്ന ചെക്ക് വഴി പേ ചെയ്യും, DD വഴിയൊക്കെ ചെക്കോ ബാങ്ക് ഡ്രാഫ്റ്റ് അങ്ങനെയൊക്കെ പേ ചെയ്യുന്ന കമ്പനികളൊക്കെ ഇഷ്യൂ ഉള്ളൂ. ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഉള്ള കമ്പനികളിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, കാരണം ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ബീൻ പുട്ട് ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. സോ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് അൺപെയ്ഡ് ഓർ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് അൺക്ലെയിംഡ്. സോ ഡോണ്ട് ടേക്ക് ഇറ്റ് വെരി ഹെവിലി ബേസിക്കലി പ്രാക്ടിക്കലി വെൻ യു വർക്ക് ആൻഡ് ഓൾ. പക്ഷെ തിയോറിറ്റിക്കലി ഇത് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഇതുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഇനി ഞാൻ പലവട്ടം പറയാം, മീറ്റിംഗ് പഠിപ്പിച്ച് ഞാൻ പറയാം, 5-10 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതൊന്നും കാണത്തേയില്ല. ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് most of the transactions in Companies Act will be on electronic mode. Meetings will be on online mode. Meetings, everything will be online mode. You know how we are, നമ്മളിപ്പോഴത്തെ ഗൂഗിൾ പേ മോഡൽ നമ്മൾ ജീവിക്കുകയും ആൻഡ് everything. Because I was in national convention last few days of our institute, it is in Kochi. I went with my family. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ചുമ്മാ പറയാണ്, കാരണം ഞാൻ എൻ്റെ പേഴ്സിൽ പുതിയ പൈസ വെക്കാറില്ല, ഇപ്പോൾ പലരും വെക്കാറില്ല, ഞാൻ എൻ്റെ ബാഗിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. An entire travel from train ticket booking to the travel expenses, hotel stay, I stayed in Crown Plaza, അവിടുത്തെ പേയ്മെൻറ്റ്സ്, തിരിച്ച് യൂബർ അറിയാമല്ലോ, എല്ലാം യൂബറിൽ അങ്ങോട്ട് ഹയാത്ത് ഹോട്ടലിൽ പോകാൻ വരിക. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ജസ്റ്റ് ടു സേ വേർഡ്, തിരിച്ച് വീട്ടിൽ ട്രിവാൻഡ്രത്ത് വന്ന് തിരിച്ച് വീട്ടിൽ എത്തുന്നവരെ നോട്ട് ഈവൻ എ സിംഗിൾ റുപ്പി ഐ യൂസ് ഫ്രം എ പേഴ്സ്. അതിലില്ല, ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ എവറിത്തിങ് ഈസ് ഗുഡ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബീങ് എൻ അക്കാഡമിഷ്യൻ, വി ഹാവ് ടു തിങ്ക്. അപ്പോൾ എത്രമാത്രം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയത്തില്ല നമ്മൾ കാര്യങ്ങൾ, എവറി പേയ്മെൻറ്റ്, സ്മോൾ പേയ്മെൻറ്റ് ഇൻ റെയിൽവേ സ്റ്റേഷൻ, വെള്ളം മേടിക്കുന്നത്, ഹോട്ടൽ താമസം, റെസ്റ്റോറൻറ്റ്, ട്രാവൽ, ടാക്സി, എവറിത്തിങ് ഈസ് ബീൻ വിത്തൗട്ട് എ റുപ്പി. സോ ദിസ് ഈസ് ദ സീ ചേഞ്ച് അല്ലേ. അപ്പോൾ ഇത് ഈ ചേഞ്ച് ഫ്രം എ ഇൻഡിവിജ്വൽ ലൈഫ് ഇറ്റ് ഓൾസോ ട്രാൻസ്ഫോംസ് ടു ദി കോർപ്പറേറ്റ് ലൈഫ് ഓൾസോ. സോ ഐ തിങ്ക് ദീസ് ടൈപ്പ് ഓഫ് അൺപെയ്ഡ് അൺക്ലെയിംഡ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ദ ന്യൂ ജെൻ ഇറ്റ് ഈസ് ബീൻ ഔട്ട്ഡേറ്റഡ്. ബട്ട് വി ഹാവ് ടു റെസ്പെക്ട് ദ ലോ, അത് പറഞ്ഞതേ ഉള്ളൂ. സോ ഓൾ ദീസ് ഹെഡേക്സ് വിൽ ബി ഓവർ ക്വൈറ്റ് ആഫ്റ്റർ സം ടൈം. ലൈക്ക് പ്രോക്സിയിൽ ഞാൻ പറഞ്ഞു, പ്രോക്സി എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്താൽ പോരെ, നിങ്ങൾ എന്തിനാണ് പ്രോക്സി ഇടണം അല്ലേ. അപ്പോൾ ഇതൊക്കെ മാറും. സോ വി വിൽ വെയിറ്റ് ഫോർ ദീസ് ചേഞ്ചസ്. സോ നോ കമ്മിങ് ടു IPF ഫണ്ട്, പ്ലീസ് പഠിപ്പിക്കാൻ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല, ബട്ട് സ്റ്റിൽ ഐ അഡ്വൈസ് rather request my students to study something about IPF fund, because institute usually have a habit of asking one question from IPF, because IPF is a very important social security or social impactful fund. And I think our ministry will be giving an allocation of fund to conduct investor awareness program all over India through ICA, ICS, ICMA and all the professional institutes. So give an investor awareness training programും അതൊക്കെ നടത്താനായിട്ട് ഫണ്ട് അലോക്കേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മളെ ഏരിയയിൽ ഡൊമൈനിൽ ഇത് കമ്പാരിറ്റീവ്ലി ഇമ്പാക്ട്ഫുൾ ആണ് ഈ ഫണ്ട്. So I will just rush through. Dividend is over, but I will rush through this. See, IPF, there is an authority for that which manages this fund, Investor Education Protection Fund. ആൻഡ് ഈ ഫണ്ടിലോട്ട് ഒരുപാട് ഫണ്ട് വരും, നോട്ട് ഓൺലി ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് മാത്രമല്ല, അല്ലാതെ തന്നെ ഫണ്ട്സ് വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പോവാം. ദി എമൗണ്ട് ഗിവൺ ബൈ സെൻട്രൽ ഗവൺമെൻറ് ആസ് ഗ്രാൻഡ്. ഈ IPF ഫണ്ടിലോട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഗ്രാൻഡുകൾ അലോട്ട് ചെയ്യാറുണ്ട്. ഡൊണേഷൻസ് കിട്ടാറുണ്ട് ഈ ഫണ്ടിലോട്ട്, ലൈക്ക് PM കെയർ ഫണ്ട്, ഇതുപോലെ പല ഫണ്ടിലോട്ടൊക്കെ ഇടുന്നത് പോലെ there are many institutions which give donations to this to this fund. Then of course unpaid dividend account, 7 വർഷവും 37 ദിവസവുമായ പ്രായമായ 7 വർഷം 37 ദിവസം പ്രായമായ പൈസകൾ അൾട്ടിമേറ്റ്ലി വന്ന് ഈ ഫണ്ടിലോട്ട് വരും. Then coming to interest accrued thereon, then coming to ഈ ഫണ്ട് വന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യും, ലൈക്ക് LICയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഹ്യൂജ് എമൗണ്ട് കിടപ്പുള്ളതുകൊണ്ട് ആ ഫണ്ട് ഗ്രോ ആയിട്ടൊന്ന് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും തിരിച്ച് ഈ ഫണ്ടിൽ തന്നെ വരും. Then share money pending allotment, there are many application monies which has been pending allotment. അങ്ങനത്തെ 7 വർഷമായ ഫണ്ടും ഈ ഫണ്ടിലോട്ട് വരും.
ഡിപ്പോസിറ്റ്സ് തിരിച്ചു കൊടുക്കാനായിട്ട് കമ്പനികൾ ശ്രമിക്കുമ്പോൾ ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതും 7 വർഷം കഴിഞ്ഞ ഫണ്ട് വന്നിട്ട് ഇതിലോട്ട് വരും. മെച്ചുവർഡ് ഡിബഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അതിനും ആളില്ല മേടിക്കാനായിട്ട്. അങ്ങനെ മെച്ചുവറായി കിടക്കുന്ന 7 വർഷം കിടക്കുന്ന എമൗണ്ടും ഇതിലോട്ട് വരും, അതിലുള്ള ഇൻട്രസ്റ്റ്. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ഫർദർ. ബട്ട് സ്റ്റിൽ അതുപോലെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാൻ കമ്പനി ആഗ്രഹിക്കുന്നു. അത് പൈസ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ ആളെ കാണാനില്ല, ആളെ തപ്പിയിട്ട് കാണാനില്ല. അതും 7 വർഷം മെച്ചൂരിറ്റി കിടക്കുന്നു, അതും ഇവിടെ വരും. സോ മൈൻഡ് യു, സെക്ഷൻ 125 അകത്തുള്ള IPF എന്ന് പറയുന്ന ഫണ്ട്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്, ഇസ് നോട്ട് ഓൺലി ടു പാർക്ക് അൺക്ലെയിംഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല, ഇതുപോലെ മെച്ചുവറായി കിടക്കുന്ന, ആളെ തപ്പിയിട്ട് കിട്ടാതെ കിടക്കുന്ന മെച്ചുവർഡ് ഡെപ്പോസിറ്റ്സ്, മെച്ചുവർഡ് ഡിബഞ്ചേഴ്സ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കാനുള്ള പൈസ, ഇങ്ങനത്തെ കിടക്കുന്ന എല്ലാം 7 വർഷം മെച്യൂരിറ്റി കഴിഞ്ഞ് എല്ലാ പൈസയും വന്ന് വീഴുന്നത് ഈ ഫണ്ടിലോട്ടാണ്. സോ don't feel that this fund is established by the central government only for parking dividend. ബാക്കി എല്ലാ കാര്യത്തിനും ഇത് യൂസ് ചെയ്യാം. സോ you should just study what are the funds being parked under the IPF fund. Okay, മതി. Then some forms and all, I don't want to critically go because it's not that much practically relevant, but എമൗണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് റെമിറ്റ് ചെയ്യണം. ഈ അൺക്ലെയിംഡ് പേയ്മെൻറ്റ് ഡിവിഡൻഡ് കിടക്കുന്ന 7 വർഷം 37 ദിവസം കഴിയുമ്പോൾ റെമിറ്റ് ചെയ്യണം. അത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി നമ്മൾ ഈ ഫണ്ടിലോട്ട് മാറ്റണം. ആ ഫണ്ടിലോട്ട് മാറ്റാൻ ഒരു ഫോം ഉണ്ട്, IPF1 എന്നൊരു ഫോം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ മാറ്റുന്നു, ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയാണ്, അവരുടെ അഡ്രസ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ എമൗണ്ടാണ്, ഏത് വർഷത്തെയാണ്. അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ യൂഷ്വലി പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൾ, ആൻഡ് ദാറ്റ് ഇസ് എ ഫോർമൽ ഫോം ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് ഈ ഫോം IPF1 എന്നൊരു ഫോമിൽ ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. സോ വൈൽ യു ട്രാൻസ്ഫർ ദ unpaid amount or unclaimed amount, you have to prepare a form, and with that form you have to transfer this to the IPF fund. ജസ്റ്റ് നക്ഷൽ പറയുന്നുള്ളൂ, ഒരുപാട് ഒത്തിരി ഉണ്ടെന്നും ആവശ്യമില്ല. ഒരുപാട് ഫോംസ്, ആ ഫോംസ് പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്, അത് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഐ വിൽ ഗിവ് എ ലിസ്റ്റ്. ഐ തിങ്ക് വി വിൽ ലീവ് ദാറ്റ്. അത്രത്തോളം കോംപ്ലിക്കേറ്റ് ആക്കണ്ട, എക്സിക്യൂട്ടീവിൽ അത്രത്തോളം തലവെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഏരിയ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് point to note. Now you can claim money from the unpaid dividend account. There is some formalities for that, and even you can claim the unpaid dividend account, the unpaid money or unclaimed money from the IPF fund also, including the shares thereon. So there is a procedure for that. Just to നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ഡിവിഡൻഡ് ആ പടം വീണ്ടും വരച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നല്ലതിൽ സ്പഷ്ടമാക്കി. ഡിവിഡൻഡ് ഡിക്ലെയർഡ് 30 days, non-claimed shareholders 7 days transfer to UDA, then 7 years transfer to unclaimed dividend. This flow chart makes it very clear, crystal clear. Once again, the same concept. Okay. കുറച്ച് ഏരിയ സ്കിപ്പ് ചെയ്യാം. ആൻഡ് റീഫണ്ട് ടു ക്ലെയിമൻറ്റ് ഫ്രം IPF fund. This is very interesting, change in this law, because once upon a time you could not, once you transfer to IPF fund മാറ്റിയാൽ പിന്നെ ആർക്കും തന്നെ അതിൽ നിന്ന് പൈസ കിട്ടത്തില്ല. ഗവൺമെൻറ് യൂട്ടിലൈസ് ദിസ് ഫണ്ട് ഫോർ ഇൻവെസ്റ്റർ അവയർനെസ്. Now the scenario has changed. There is some procedures where the shareholders can even claim from the IPF account, IPF fund. So that is a very interesting. അപ്പോൾ ഇതൊന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഡ് ഇട്ട് വയ്ക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ ഇതിനപ്പുറം അങ്ങ് പോകത്തില്ല ചോദിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ആസ് എ സ്റ്റുഡൻറ്റ് ഇറ്റ്സ് ബെറ്റർ യു ജസ്റ്റ് റീഡ് ഇറ്റ്. ദർ ഇസ് എ ക്ലെയിം ഫോം വെയർ IPF5 എന്നൊരു ഫോം ഉണ്ട്. IPF സൈറ്റിൽ കയറിയിട്ട് നമ്മൾ IPF5 എന്നൊരു ഫോം എടുത്ത് അതിൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ ഫോമിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നു. നമ്മളെ ക്ലൈമൻ്റ് ഒപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആധാർ കാർഡ് നമ്മൾ തന്നെയാണോ ഷെയർ ഹോൾഡർ, കാരണം 7 വർഷം കഴിഞ്ഞിട്ടാണെന്ന് മറക്കരുത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണോ ജെന്യുവിൻ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് ഗവൺമെൻറ്റിന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആധാർ കാർഡും നമ്മുടെ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫും കാര്യങ്ങളും, കോപ്പി ഓഫ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോഡൽ ഓഫീസർ IPF ഫണ്ട് അതോറിറ്റിയിലോട്ട് അയച്ചു കൊടുക്കുന്നു. ആ കമ്പനി കിട്ടിയിട്ട് നോഡൽ ഓഫീസർ വന്നിട്ട് അതിനെ കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ചെക്ക് ചെയ്യാൻ പറയും, ഇത് നിങ്ങളുടെ ഷെയർ ഹോൾഡർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ അവർ പഴയ റെക്കോർഡ്സ് നോക്കിയിട്ട് യെസ് ഈ പറയുന്ന X എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഷെയർ ഹോൾഡർ ആണോ എന്നുള്ളവരെ ട്രാക്ക് ചെയ്യുന്നു. ട്രാക്ക് ചെയ്ത് ഒരു റിപ്പോർട്ട് അവരിന്ന് ചോദിക്കുന്നു. ആ റിപ്പോർട്ട് ചോദിച്ച് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ അതോറിറ്റി വന്നിട്ട് ഡിസ്പേഴ്സ് ഈ എമൗണ്ട് കൊടുക്കും. സോ ഇത് വലിയൊരു മാറ്റമാണിത്. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, IPF ഫണ്ടിൽ നിന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പൈസ തിരിച്ച് മേടിക്കാൻ പറ്റും.
പ്രാക്ടിക്കലി നിങ്ങൾക്ക് തോന്നുന്നു നടക്കത്തില്ല അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും അവരെ പൈസ മേടിച്ചോണ്ട് പോകും. ഇത് വളരെ ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന, ചിലപ്പോൾ ഇന്ത്യയിലൊന്നും ഇല്ലാത്ത NRIs കാണും അല്ലേ? ഇവിടെ ആയിരിക്കത്തില്ല, പുറത്തായിരിക്കും, ഇന്ത്യക്ക് വെളിയിലായിരിക്കും. അവരൊക്കെ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും അറിഞ്ഞ്, അയ്യോ എനിക്ക് ആ കമ്പനിയിൽ ഷെയർ ഉണ്ടായിരുന്നല്ലോ, ഡിവിഡൻഡ് പെൻഡിങ് കിടക്കുമല്ലോ നോക്കുമ്പോൾ അവരെ സൈറ്റിൽ നോക്കുന്നു, കാണുന്നു, അല്ലെങ്കിൽ IPF ഫണ്ടിലൊക്കെ ഇങ്ങനെ അറിഞ്ഞ് തപ്പിപ്പിടിച്ച് പോകുന്ന കുറച്ച് ശതമാനം ഷെയർ ഹോൾഡേഴ്സേ കാണത്തുള്ളൂ. അല്ലാതെ ഒരു അലർട്ടായിട്ടുള്ള വിജിലൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്തായാലും അദ്ദേഹത്തിന് കിട്ടാൻ ഡിവിഡൻഡ് വരും. ആൻഡ് ദിസ് എവറിത്തിങ് ഐ ലൈക്ക് ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഇതെല്ലാം ഇലക്ട്രോണിക് ട്രാൻസ്ഫറിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരുമ്പോൾ പിന്നെ അൺപെയ്ഡ് അൺക്ലെയിംഡ് ഒരു കൺസെപ്റ്റോട് ഉദിക്കുന്നില്ല. ഇത് ഡിവിഡൻഡ് വാറണ്ടും അല്ലെങ്കിൽ ചെക്കും ഒക്കെ ഇങ്ങനെ എന്താണ് ആരും ക്ലെയിം ചെയ്യാൻ കിടക്കാതെ തന്നെയാണ് സാറിന് നമ്മളിതിന് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ റിലവൻസ് കാണിക്കാത്തത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ തിയറി ആൻഡ് ഓഫ് കോഴ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ലോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആർക്കിടെക്ചർ അറിഞ്ഞിരിക്കണം, ബട്ട് സ്റ്റിൽ തലപോക്കേണ്ട കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ ഈ ഫോംസ് വേണമെന്നില്ല, IPF ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഫോംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ട്രാൻസ്ഫർ ചെയ്യുന്ന ഫോം, ക്ലെയിം ചെയ്യുന്ന ഫോം, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. മെയിനായിട്ട് 2 ഫോം നോക്കുക, IPF 1 IPF 5. So this is very important. IPF 1 is the form used to transfer the unpaid account to this IPF account, and IPF 5 is used to claim this money from the IPF account. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞില്ല. നമ്മൾ IPF അക്കൗണ്ട് ഫോം കൊടുക്കുന്നു, കമ്പനി അതിനെ ഈ അതോറിറ്റി വന്നിട്ട് അതിനെ കമ്പനിക്ക് അയച്ചു കൊടുത്ത് നമ്മൾ ഒറിജിനൽ ഷെയർ ഹോൾഡറാണ് ട്രാക്ക് ചെയ്ത് ഈ വച്ചിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ട്രാക്ക് ചെയ്തതിനു ശേഷം അത് കൺഫേം ചെയ്തതിനു ശേഷം തിരിച്ചു വന്നിട്ട് ആ പൈസ നോഡൽ ഓഫീസർ വഴി നമുക്ക് ഡിസ്പേഴ്സ് ചെയ്യും. Okay, so we'll leave that area. Now it's very interesting to note one more point. കൊടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു യൂഷ്വലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് ദിസ് ഹാബിറ്റ്. സോ ആ ഒരു ഏരിയയും കൂടെ നമുക്കൊന്ന് നോക്കാനാണ്. ദിസ് വൺ, സെക്ഷൻ 127. സോ ദിസ് വിൽ ബി ദ ലാസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് 123യുടെ ബാക്കി നോക്കി, 124 നോക്കി അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട്. അടുത്ത് 125 വന്നിട്ട് IPF അക്കൗണ്ട്, IPFൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ IPFനെ കുറിച്ചും. 127 is punishment for failure to distribute dividend. So this is very important. അപ്പോൾ ശരിക്കും ബേസിക്കലി ഡിവിഡൻഡ് കൊടുക്കേണ്ട എത്ര ദിവസമാണ് സൗമ്യ? ഡിവിഡൻഡ് കൊടുക്കേണ്ട എത്ര ദിവസമാണ് ബേസിക്കലി? 30 days ടൈം. അപ്പോൾ ഈ 30 days ടൈം എന്ന് പറയുന്നത് is very very important because that is the default time. So this default time is critical. Now the question is about the penalty. Section 127 is very important, and we are not going to study the amount of penalty. That is not the important thing. But when the company will not be liable. 30 ദിവസത്തിനകത്ത് ഡിവിഡൻഡ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 30 ദിവസത്തിനകത്ത് നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ കമ്പനിയും ഓഫീസറും ഡീഫോൾട്ടും ലയബിളാവും. പലിശ സഹിതം 18% പലിശ സഹിതം അത് നാളൊരു കാലത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. സോ ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻസ് ആൻഡ് സ്ട്രിഞ്ചന്റ് ഫിനാൻഷ്യൽ പെനാൽറ്റി or called as a financial disincentive. But the question here is, there are some circumstances where the company or officer in default will not be liable for the penalty under section 127 even though you don't pay dividend within 30 days of declaration. Why? That is very important. That is very very important. For CA Inter also this is very important, for you also equally. No offence under this section shall be deemed to have been committed where the dividend could not be paid by reason of operation of law. നിയമപരമായ തടസ്സങ്ങൾ കൊണ്ട് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല. Assume that Adit is our shareholder. നമുക്കൊരു 4 ലക്ഷം രൂപ, അതായത് പെർസെൻറ്റേജിൽ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 4 ലക്ഷം രൂപ ഡിവിഡൻഡ് കൊടുക്കാനുണ്ടായിരുന്നു. 30 ദിവസം കൊടുക്കണമെന്നാണ് നിയമം. 30 ദിവസം ഞാൻ കൊടുത്തില്ല. കാരണം നിയമപരമായ ഒരു തടസ്സമുണ്ട്. സം സ്റ്റേ ഓർഡർ ഓർ സം ഗാർണിഷ് ഓർഡർ or some settlement order or some creditor debtor issue is happening and a court has directed or some GST authority or some legal authority has directed the company not to pay the money to Mr. Adit because there is some claim pending. ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയോ ഒരു നിയമപരമായ ഒരു അതോറിറ്റിയോ കോടതിയോ ഇത് കൊടുക്കരുത്, ഹോൾഡ് ചെയ്യണമെന്ന് നമുക്കൊരു ഡയറക്ഷൻ കിട്ടിയാൽ കമ്പനി ഹാസ് നോട്ട് പെയ്ഡ് within 30 days, still the company will not be liable
for penalty because it is stopped by operation of law. അപ്പോൾ ഓപ്പറേഷൻ ഓഫ് ലോ കാരണം എനിക്ക് 30 ദിവസത്തിനകത്ത് ഒരു ഷെയർ ഹോൾഡറിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ബി എസ്കേപ്പിംഗ് ഫ്രം മൈ ലയബിലിറ്റി, നോട്ട് ഓൺലി ദ കമ്പനി ആൻഡ് ദ ഓഫീസേഴ്സ് ഡ്യൂ കമ്പനി, ബിക്കോസ് ഐ ആം ഇൻറ്റൻഡിങ് ടു ഗീവ്, ദ കമ്പനി ഈസ് റെഡി ടു ഗീവ്, ബട്ട് ദർ ഈസ് എ, നമ്മൾ പറയത്തില്ല, തടസ്സമുണ്ട്, നിയമപരമായ തടസ്സം, ലൈക്ക് ഗാർണിഷ് ഓർഡർ ഓർ സം സ്റ്റേ ഓർഡർ, സം ഇൻജക്ഷൻ ഓർഡർ ഇസ് there. Situation number 2, where a shareholder has given directions to the company regarding the payment of dividend and those directions cannot be complied with and the same has been communicated to him. Dividend എങ്ങനെ കൊടുക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. Again, ആദ്യത്തെ എക്സാമ്പിൾ, ആദ്യം says that, I am not here, I am not in the country, you may give to a relative's bank account, relative bank account കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കമ്പനിക്ക്. But unfortunately, the company is not able to track that relative or that relative's bank account is wrong. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എൻ്റെ ഡിവിഡൻഡ് എങ്ങനെ തരണമെന്ന് ഒരു മാർഗം, ഒരു രീതി, ആർക്ക് കൊടുക്കണമെന്ന് ഒരു ഡയറക്ഷൻ തന്നു അത്രേ. പക്ഷെ ആ ഡയറക്ഷൻ പാലിക്കാനായിട്ട് കമ്പനി നോക്കിയപ്പോൾ പറ്റുന്നില്ല, പ്രാക്ടിക്കലി പറ്റുന്നില്ല. അങ്ങനെ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഷെയർ ഹോൾഡറിനെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, 30 ദിവസം കഴിഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൊടുക്കാൻ തയ്യാറാ, പക്ഷെ അവൻ പറഞ്ഞ ഡയറക്ഷൻസ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 3, where there is a dispute regarding right to receive dividend. തർക്കം. ഞാൻ നന്ദനയ്ക്ക് ഷെയർ ട്രാൻസ്ഫർ ചെയ്തു, ഷെയർ ട്രാൻസ്ഫറിങ് പകുതി കിടക്കുന്നു, ഞാൻ പറയുന്നു അയാൾ ഒപ്പിട്ട് തന്നു, നന്ദന പറയുന്നു എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാനും അയാളും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുക. there is a dispute between shareholder as to whom this dividend is to be paid. അല്ലെങ്കിൽ ലീഗൽ ഹെയർ, ഒരു വലിയൊരു ഷെയർ ഹോൾഡറാണ്, അദ്ദേഹം മരിച്ചുപോയി, 1 കോടിക്ക് മുകളിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കാൻ റെഡിയാണ് കമ്പനി, പക്ഷേ ആര് കൊടുക്കും? ലീഗൽ ഹെയർ. ലീഗൽ ഹെയർഷിപ്പിൽ തടസ്സം, തർക്കം, ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് തമ്മിൽ തർക്കം, കോടതിയിൽ കേസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി സെറ്റിൽമെന്റ് പ്രശ്നം. അപ്പോൾ കമ്പനിക്ക് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കമ്പനി വിൽ സ്റ്റോപ്പ് ദാറ്റ് പേയ്മെന്റ് ആൻഡ് വിൽ തിങ്ക്, ആലോചിച്ച് ആർക്ക് കൊടുക്കണമെന്ന് ഡിസ്പ്യൂട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് മാറ്റിവെച്ചു. 30 days is over, violation, but it is not a violation because you are protected under section 127. So the company is ready to pay within 30 days, but there is a dispute going on between who will receive this dividend. So there is a dispute going on in shareholders' family or legal representatives. Next situation is when the dividend has been lawfully adjusted by the company against any sum due to it from the shareholder. Set off. This shareholder assume that he is a creditor of the company or some other aspects. So this shareholder owes some money to the company. ഒരു 2.5 ലക്ഷം രൂപ ഈ ഷെയർ ഹോൾഡർ കമ്പനിക്ക് കുറെ കാലം കൊണ്ട് കൊടുക്കാനുണ്ടായത് അങ്ങോട്ട്, മേ ബി some business relation. Now, in spite of repeated demand, the shareholder fails to pay that 2.5 lakhs. In between, company is declaring a dividend of 1 lakh. Company can adjust this 1 lakh with that 2.5 lakh. ഇങ്ങോട്ട് ഷെയർ ഹോൾഡറിന് കിട്ടാനുള്ള പൈസയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. So that is set off. So this is very interesting point which many people does not know, that if the shareholder owes some money to the company can set off that money as a debt set off. അങ്ങോട്ട് മാറ്റാൻ പറ്റും. So that is very interesting point. അപ്പോൾ ഷെയർ ഹോൾഡർ നോക്കുമ്പോൾ എന്ത് വരുന്നില്ല? ഡിവിഡൻഡ് വരുന്നില്ല. ഷെയർ ഹോൾഡർ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ കമ്പനി പറയും, നീ ഇങ്ങോട്ട് തരാനുള്ള 2.5 ലക്ഷം ഇല്ലേ, അതിൽ നിങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ള ഡിവിഡൻഡ് 1 ലക്ഷം നിങ്ങൾ തട്ടിക്കിഴിച്ചു എന്ന് പറയും, ബാക്കി 1.5 ലക്ഷം നീ തന്നാൽ മതി. അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡെറ്റോ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയോ നമ്മൾ ഈ ഡിവിഡൻഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യും. The question is here, you does not pay within that days. And last is very interesting, where for any other reason the failure to pay the dividend or to post the dividend or etc. is not due to the default of the company. കമ്പനിയുടെ തെറ്റല്ല, നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് തെറ്റ്, IFSC അക്കൗണ്ട് തെറ്റ്, എന്തെങ്കിലും ഒരു ഫിഗർ മാറി എല്ലാം മാറും അല്ലേ, അങ്ങനെ കൺഫ്യൂഷൻ. നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്താണ്, അക്കൗണ്ട് റിസീവ് ചെയ്യുന്ന അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, തിരിച്ചു വരാം, അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ എന്ത് കാരണമായാലും കൊള്ളാം, വേറെ എന്ത് കാരണമായാലും കൊള്ളാം, കമ്പനി അല്ല കുറ്റക്കാരൻ. അങ്ങനെ പ്രൂവ് ചെയ്യണം. അങ്ങനെ കുട്ടികളെ ഈ 5 സാഹചര്യത്തിലും the company is ready to pay within 30 days of time, but there is some issues. Operation of law, right to receive dividend dispute, set off of money,
Okay, and the directions given by the shareholder cannot be followed. അങ്ങനെ നമ്മൾ കമ്പനി കാരണമല്ല ഈ പ്രശ്നം, നിങ്ങൾ കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നമോ വേറെ എന്തെങ്കിലും കാരണങ്ങളാണെന്നുണ്ടെങ്കിൽ the company and offices will be protected under section 127 for the penalty. Clear? So dividend is a very good chapter to നമ്മൾ പറഞ്ഞു നമ്മൾ evoke ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. But there are few areas which is critical, especially one is the when you declare dividend from the previous year, the computation. Second one is unpaid dividend account calculations, and third one is IEPF fund. What are the funds will be falling under IEPF fund, and what are the procedures to transfer the money, and what are the procedures to take the money and all. And this one is very critical. What are the circumstances in which the company and office will not be held liable under the Companies Act, even though you don't pay it within 30 days. And mind you, ആ ഡെറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കേസ് ഉണ്ട് കുറച്ച് മുകളിൽ, വേണമെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. So both interim dividend and final dividend once declared will become a debt on the company. You cannot withdraw the decision at any cost, and if you withdraw the decision, the shareholder will sue the company and will make good the money. So please study this very well. As I told you, രാത്രിയോ നാളെ കൊണ്ട് പഠിക്കുക. Any doubts, you can put me in WhatsApp, or if you want, you can discuss this class. So the syllabus is moving a little bit fast. നമ്മൾ പാർട്ട് എ അറിയാം, നമുക്ക് കമ്പാരിറ്റീവ്, കാരണം അതിൽ കുറേ ബേസിക്സ് നിങ്ങൾക്ക് അറിയാം. നമ്മൾ കമ്പാരിറ്റീവ്ലി ക്വിക്കായിട്ട് സിലബസ് മൂവ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു കീപ്പ് ഓൺ ട്രാക്ക്, ബിക്കോസ് നൗ വി ആർ സ്റ്റാർട്ടഡ് നവംബർ. സോ എക്സാം ഒക്കെ കണ്ടു തുടങ്ങി അല്ലേ, വരാറായി. സോ മേക്ക് ഷുവർ ദാറ്റ് ഹാർഡ്ലി യു ഹാവ് 40-50 days. സോ മേക്ക് ഷുവർ ദാറ്റ് യു കീപ്പ് ഓൺ ട്രാക്ക്. അപ്പോൾ ഇത് ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ പ്രാവശ്യം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അന്നൊന്ന് പഠിച്ചാൽ അപ്പോൾ അത് syllabus cover ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. Okay, so anyway you have a good stock of syllabus now. So I think it's clear. Okay, happy, clear ആയല്ലോ അല്ലേ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വരൂ. പിന്നെ ആ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ കുറച്ച് നല്ലതിൽ നോക്കുക, ബിക്കോസ് you must be very clear. Critical interpretations is very clear. Interim dividend, final dividend concepts, taking from the reserves, unpaid account transferring the കാര്യങ്ങൾ, അതിൽ IPF യൂട്ടിലൈസേഷൻ, IPF ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ട്സ്, ഈ IPF എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ദിസ് ഈസ് വെരി ക്രിട്ടിക്കൽ വെൻ യു വിൽ നോട്ട് ബി ലയബിൾ even though the company has not paid within 30 days. So hope it's over. Okay, so we will start with a new chapter in the next class.